നമസ്കാരം. പകൽ വാർത്ത ആരംഭിക്കുകയാണ്. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. അട്ടപ്പാടിയിൽ പണി തീരാത്ത കെട്ടിടം ഇടിഞ്ഞു വീണ് സഹോദരങ്ങൾ മരിച്ചതിൽ ഗുരുതര ആരോപണവുമായി കുട്ടികളുടെ അമ്മ. സമയത്ത് വാഹനം കിട്ടിയിരുന്നുവെങ്കിൽ ഒരു മകനെങ്കിലും രക്ഷപ്പെടുമായിരുന്നു. പ്രൊമോട്ടറും മെമ്പറും പ്രതികരിച്ചില്ലെന്ന് അമ്മ ദേവി. അതിദരിദ്രർ ഇല്ലെന്ന് പറയുന്ന മന്ത്രിമാർ അട്ടപ്പാടിയിലേക്ക് പോകണമെന്ന് വി.ഡി. സതീശൻ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഹൃദ്രോഗി മരിച്ചതിൽ വീഴ്ച പറ്റിയിട്ടില്ലെന്ന് ഡോക്ടർമാരുടെ മൊഴി. ചികിത്സ നടന്നത് മാനദണ്ഡങ്ങൾ പാലിച്ച്. ഡോക്ടർമാരുടെ മൊഴി തള്ളി വേണുവിന്റെ ഭാര്യ. മനഃപൂർവ്വമുള്ള നരഹത്യയെന്ന് സിന്ധു ന്യൂസ് 18നോട്. ആരോഗ്യമന്ത്രിക്ക് DMAയുടെ റിപ്പോർട്ട് ഉടൻ. വന്ദേ ഭാരതിന്റെ ഉദ്ഘാടന യാത്രയിൽ വിദ്യാർത്ഥികൾ RSS ഗണഗീതം പാടിയത് ചർച്ചയാക്കി BJP. വിദ്യാർത്ഥികൾ പാടിയത് ദേശഭക്തി ഗാനമെന്ന ജോർജ് കുര്യൻ. ഈ ഇന്ത്യയെ കുറ്റം പറയുന്നവരെ സംബന്ധിച്ചിടത്തോളം വലിയ കുറ്റമായിരിക്കും. അതുപോലെ തന്നെ ഇന്ത്യ അല്ല കേരളമാണ് മുന്നിൽ എന്ന് പറയുന്ന ഹൃദ്രോഗിയെ നിലത്ത് കിടത്തി ചികിത്സിക്കുന്ന ലോകത്തിലെ ഒന്നാമത്തെ ആരോഗ്യ കേന്ദ്രം ഉള്ള കേരളത്തിൽ ഇതൊക്കെ തെറ്റായിരിക്കും. ഗണഗീതം RSS വേദിയിൽ പാടിയാൽ മതിയെന്ന് വി.ഡി. സതീശൻ. ആരും പറഞ്ഞു പഠിപ്പിച്ചതല്ലെന്ന സ്കൂൾ പ്രിൻസിപ്പൽ. നിരോധിത സംഘടനകൾക്കുമേൽ പിടിമുറുക്കി കേന്ദ്രം. ED കണ്ടുകെട്ടിയത് പോപ്പുലർ ഫ്രണ്ടിന്റെ 67 കോടിയുടെ സ്വത്തുവകകൾ. പിടിച്ചെടുത്തത് ട്രസ്റ്റുകളുടെയും SDPIയുടെയും പേരിൽ കൈവശം വെച്ചിരുന്ന സ്വത്ത്. BJP പക പോക്കുകയാണെന്ന് SDPI. പാലക്കാട് കാർ അപകടത്തിൽ 3 യുവാക്കൾക്ക് ദാരുണാന്ത്യം. പന്നി കുറുകെ ചാടിയപ്പോൾ വെട്ടിച്ച വാഹനം നിയന്ത്രണം തെറ്റി വയലിലേക്ക് മറിഞ്ഞു. 3 പേർ പരിക്കുകളോടെ ചികിത്സയിൽ. കൊച്ചിയിൽ ക്രെയിനിലേക്ക് ലോറി ഇടിച്ചു കയറി. ഡ്രൈവർക്ക് പരുക്ക്. യുക്രൈനെതിരെ ആക്രമണം കടുപ്പിച്ച് റഷ്യ. മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളിൽ 7 പേർ കൊല്ലപ്പെട്ടു. ആയുധ നിർമ്മാണശാലകൾ ലക്ഷ്യമിട്ടുള്ള ആക്രമണത്തിൽ വൻ നാശനഷ്ടം. റഷ്യയ്ക്ക് മേൽ കൂടുതൽ ഉപരോധം വേണമെന്ന് യുക്രൈൻ. രണ്ടാം ഘട്ട വോട്ടെടുപ്പിലേക്ക് ബീഹാർ. പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കും. വിധി എഴുതുന്നത് 122 മണ്ഡലങ്ങൾ. സമസ്തിപൂരിൽ വിവിപാറ്റ് സ്ലിപ്പുകൾ റോഡരികിൽ. അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർക്ക് സസ്പെൻഷൻ. വിശദമായി നോക്കാം. കൃത്യസമയത്ത് വാഹനം കിട്ടിയിരുന്നുവെങ്കിൽ ഒരു കുഞ്ഞിനെയെങ്കിലും രക്ഷിക്കാമായിരുന്നുവെന്ന് അട്ടപ്പാടിയിൽ കെട്ടിടം ഇടിഞ്ഞു വീണ് മരിച്ച കുട്ടികളുടെ അമ്മ ദേവി. പ്രൊമോട്ടറെയും മെമ്പറെയും വിളിച്ചിട്ടും ഒരു പ്രതികരണവും ഉണ്ടായില്ലെന്ന് കുട്ടികളുടെ അമ്മ പറയുന്നു. പാലക്കാട് അട്ടപ്പാടി കരുവാര ഊരിലാണ് പണി തീരാത്ത വീടിന്റെ സൺഷെയ്ഡ് ഇടിഞ്ഞു വീണ് 7ഉം 4ഉം വയസ്സുള്ള ആദിയും അജ്നേഷും ഇന്നലെ മരിച്ചത്. ഇന്നലെയുണ്ടായ ദുരനുഭവം നിറകണ്ണുകളോടെ പങ്കുവെക്കുകയാണ് കുട്ടികളുടെ അമ്മ ദേവി. വീടിന്റെ ചുമര് പൊട്ടിട്ട് കുട്ടികൾ കളിച്ചിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് പൊട്ടി താഴെ വീണു. കുട്ടികളുടെ താഴെയായിരുന്നു, അതിന്റെ മേലെ ഇതായിരുന്നു. ഭിത്തി താഴെ പൊട്ടിട്ടു. പല തവണ ബന്ധപ്പെട്ടിട്ടും വാഹനം വരാത്തതിനാലാണ് സ്കൂട്ടറിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകേണ്ടി വന്നത്. നേരത്തെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നുവെങ്കിൽ ഒരാളെയെങ്കിലും തിരിച്ചു കിട്ടിയേനെ എന്ന് ഈ അമ്മ വിശ്വസിക്കുന്നു. വലിയവനൊക്കെ അനക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ അമർത്തുമ്പോൾ ശ്വാസമൊക്കെ വിടുന്നുണ്ട്. പിന്നെ ഇങ്ങനെ സംസാരിക്കാൻ ഇങ്ങനെ വായൊക്കെ അനക്കുന്നുണ്ട്. പക്ഷെ സംസാരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ പെട്ടെന്ന് കൊണ്ടുവന്ന് വണ്ടിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ ജീവനുണ്ടായിരിക്കും ഒരാളെങ്കിലും. അത്യന്തം ദുഃഖകരമായിരുന്നുവെന്നും ITDCക്ക് ഇത്തരം അപകടങ്ങൾ മുൻകൂട്ടി കാണാൻ കഴിയേണ്ടതായിരുന്നുവെന്നും മണ്ണാർക്കാട് MLA N. ഷംസുദ്ദീൻ പ്രതികരിച്ചു. ആ വീട് അങ്ങനെ പണി പൂർത്തിയാകാതെ അൺഫിറ്റായിട്ട് കിടക്കുന്ന വീട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ അതിനുള്ള അവസരം ഉണ്ടാക്കാൻ പാടില്ലായിരുന്നു. അത് പൊളിഞ്ഞു വീഴാനും അപകടം സംഭവിക്കാനും സാധ്യതയുണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്തിട്ട് അത് നീക്കം ചെയ്യണമായിരുന്നു. സംഭവത്തിൽ മെമ്പറുടെ പ്രതികരണം ഇങ്ങനെ. ഇന്നലെ സൈലന്റ് വലിയ ഓട്ടോ ഉള്ളതുകൊണ്ട് ജീപ്പുകളൊക്കെ അങ്ങോട്ട് പോയിരുന്നു. പിന്നെ അവര് വിളിച്ച ഓട്ടോകളൊക്കെ പിന്നെ ഓരോ ഭാഗത്തായിരുന്നു. അവര് ഇതുപോലെ ഓട്ടം പോയിരിക്കുകയായിരുന്നു.
അട്ടപ്പാടി സൈലന്റ് വാലിയോട് ചേർന്നാണ് കരുവാര ഉന്നതി. ഇവിടെ 8 വർഷമായി പണി പാതിയായി കിടക്കുന്ന വീടാണ് ഇടിഞ്ഞു വീണത്. അജയ് ദേവി ദമ്പതികളുടെ മക്കളായ ആദിയും അജ്നേഷും ബന്ധുവായ അഭിനയയും ഇവിടെ കളിക്കാൻ എത്തിയപ്പോഴായിരുന്നു അപകടം. അഭിനയ പരിക്കുകളോടെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ന്യൂസ് 18 പാലക്കാട്. അട്ടപ്പാടിയിലേത് ദൗർഭാഗ്യകരമായ സംഭവമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. അതിദരിദ്രർ ഇല്ലെന്ന് പറയുന്ന മന്ത്രിമാർ അട്ടപ്പാടിയിലേക്ക് പോകണമെന്നും വി ഡി സതീശൻ പറഞ്ഞു. നമുക്കറിയാലോ, ദൗർഭാഗ്യകരമായ കാര്യം. ഞാൻ തന്നെ അട്ടപ്പാടിയിൽ 2 പ്രാവശ്യം വിസിറ്റ് ചെയ്ത് ഇതെല്ലാം ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. ഗവൺമെന്റ് പറയുന്നത് ഇപ്പൊ അതീവ ദരിദ്രരില്ലാത്ത സംസ്ഥാനമാണ്. നിങ്ങൾ അട്ടപ്പാടിയിലേക്ക് ഒന്ന് പോയി കാണാൻ പറയാം മന്ത്രിമാരോട്. അവിടുത്തെ സ്ഥിതി, കേരളത്തിൽ 1,16,000 ആദിവാസി കുടുംബങ്ങളുണ്ട്. അതിൽ അതീവ ദരിദ്രരുടെ പട്ടികയിൽ 6,400 പേരേ ഉള്ളൂ. കഷ്ടപ്പാടും ദുരിതവും പട്ടിണിയുമായി കിടക്കുന്ന നിരവധി ആളുകളുണ്ട്. അവർക്കൊരു ആക്സസ് പോലും ഇല്ല, ഒരു ആംബുലൻസ് പോലും ഇല്ല. വിളിച്ച ഒരു ആശുപത്രിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു വാഹനം വിളിച്ചിട്ടാണ്. കുഞ്ഞുങ്ങളുടെ ജീവനാണ് നഷ്ടപ്പെട്ടത്. പാവപ്പെട്ട കുഞ്ഞുങ്ങളുടെ, നിവർത്തിയില്ലാത്ത കുഞ്ഞുങ്ങളുടെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നെങ്കിൽ രക്ഷപ്പെടുത്താമായിരുന്നു എന്നാണ് കുഞ്ഞുങ്ങളുടെ അമ്മ പറയുന്നത്. തീർച്ചയായിട്ടും അത് ശരിയാണ്, അവിടുത്തെ യാഥാർത്ഥ്യമാണ്. അതിനുള്ള സംവിധാനങ്ങൾ ചെയ്യണ്ടേ? തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഹൃദ്രോഗി മരിച്ച സംഭവത്തിൽ വീഴ്ചയില്ലെന്ന് ഡോക്ടർമാരുടെ മൊഴി. ചികിത്സയ്ക്ക് മാനദണ്ഡങ്ങൾ പാലിച്ചെന്നാണ് ഡോക്ടർമാർ നൽകിയ മൊഴി. മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ ഉടൻ അന്തിമ റിപ്പോർട്ട് ആരോഗ്യമന്ത്രിക്ക് കൈമാറും. ആരോഗ്യ വിദ്യാഭ്യാസ ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ ടി കെ പ്രേമലതയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ വേണുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നത്. ആ സംഘമാണ് ഇപ്പോൾ പ്രാഥമികമായി ഇത്തരമൊരു വിലയിരുത്തലിലേക്ക് എത്തിയിരിക്കുന്നത്. അതായത് ഡോക്ടർമാരുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിലൊരു വീഴ്ച സംഭവിച്ചിട്ടില്ല എന്നാണ് കാർഡിയോളജി വിഭാഗം മേധാവി ഉൾപ്പെടെയുള്ളവർ ഈ അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിരിക്കുന്നത്. കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് വേണുവിന്റെ ചികിത്സ നടത്തി വന്നത്. പക്ഷേ വളരെ അപ്രതീക്ഷിതമായി ഈ മരണം സംഭവിക്കുകയായിരുന്നു. നേരത്തെ തന്നെ പക്ഷാഘാതം വന്നിട്ടുള്ളയാളാണ് വേണു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ക്രിയാറ്റിൻ ലെവല് നോർമലാകാതെ ആൻജിയോഗ്രാം അടക്കം നടത്താൻ കഴിയാത്തൊരു സാഹചര്യമുണ്ടായിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി ഒരു നോർമലായി എത്തിയതിനു ശേഷം മാത്രം മറ്റ് നടപടികളിലേക്ക്, അതായത് ഈ ആൻജിയോഗ്രാമും ആൻജിയോപ്ലാസ്റ്റിയും ഉൾപ്പെടെയുള്ള തുടർ നടപടികളിലേക്ക് കടന്നാൽ മതി എന്നൊരു നിഗമനത്തിലേക്ക് അവർ എത്തിയത്. അതിനപ്പുറത്തേക്ക് ഒരു തരത്തിലുള്ള ചികിത്സാ പിഴവുകളോ വീഴ്ചകളോ സംഭവിച്ചിട്ടില്ല എന്നാണ് ഡോക്ടർമാരുടെ വിശദീകരണം. അത്തരത്തിലാണ് അവർ മൊഴി നൽകിയിരിക്കുന്നത്. പക്ഷേ അത് തള്ളിക്കൊണ്ടാണ് വേണുവിന്റെ കുടുംബം രംഗത്തെത്തിയിരിക്കുന്നത്. ആദ്യം പുറത്തുവന്ന ശബ്ദരേഖയിലടക്കം വലിയ തരത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്, കൃത്യമായ ചികിത്സ ലഭിക്കുന്നില്ല എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങളൊക്കെ വേണുവിന്റെ തന്നെ വാക്കുകളിൽ കേരളം കേട്ടതാണ്. അതിനുശേഷമാണ് കഴിഞ്ഞ ദിവസം മറ്റൊരു ശബ്ദരേഖ കൂടി പുറത്തുവരുന്ന സാഹചര്യമുണ്ടായത്. എന്തായാലും കുടുംബാംഗങ്ങളുടെ മൊഴി കൂടി വിശദമായി രേഖപ്പെടുത്തിയതിനു ശേഷമായിരിക്കും ഡോക്ടർ ടി കെ പ്രേമലതയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് DMEക്ക് സമർപ്പിക്കുക. DMB ആയിരിക്കും തുടർന്ന് ആരോഗ്യവകുപ്പിൽ ആരോഗ്യമന്ത്രിയുമായി ഉൾപ്പെടെ കൂടിയാലോചിച്ച ശേഷം ഇതിന്റെ തുടർ നീക്കങ്ങളിലേക്ക് കടക്കുക. വേണുവിന്റെ മരണത്തിൽ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ മൊഴി തള്ളി വേണുവിന്റെ ഭാര്യ സിന്ധു. ആരും കൂടെയില്ലെങ്കിലും നിയമ പോരാട്ടം തുടരുമെന്നും കൊല്ലാനുള്ള മരുന്നാണോ കൊടുത്തതെന്നും സിന്ധു ചോദിച്ചു. ആൻജിയോഗ്രാമിന് തള്ളി എന്തുകൊണ്ടാന്ന് ചോദിച്ചപ്പോൾ ഇതല്ല അവർ പറഞ്ഞത്. ആൻജിയോഗ്രാമിന് അപ്പോയിന്റ് ചെയ്ത ആളുകൾ വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ചെയ്യാത്തതെന്നാണ് പറഞ്ഞത്. എന്തിനാണ് അവരിങ്ങനെ മാറ്റി ഒരു ജീവൻ വെച്ചാണോ അവർ കളിച്ചത്? ഞാൻ ചോദിക്കട്ടെ, എന്നാൽ ഒരു കാര്യം ഞാൻ അങ്ങോട്ട് ചോദിക്കാം, ഈ പേഷ്യന്റിന് ഇത്രയും ക്രിട്ടിക്കൽ എന്തുകൊണ്ട് അവർ ICUലോട്ട് മാറ്റിയില്ല? അത് അവർ ചെയ്ത ഏറ്റവും വലിയ തെറ്റല്ലേ അവർ ചെയ്തത്. ICUലോട്ട് കയറ്റുന്ന കാര്യം പറഞ്ഞിട്ടില്ല, അവർ വാർഡിലോട്ടാണ് മാറ്റിയത്. OPയിൽ ചെന്നപ്പോഴും ഡോക്ടർ നോക്കിയിട്ട് വാർഡിലോട്ടാണ് മാറ്റിയത്. ഞങ്ങളെ ICUവിന്റെ കാര്യവും പറഞ്ഞിട്ടില്ല. പുള്ളിയുടെ അന്ന് ആ സമയത്ത് പുള്ളിയുടെ പൊസിഷൻ എന്താണെന്ന് ഒന്നും ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. നമ്മൾ ബ്ലഡ് റിസൾട്ട് കൊടുക്കുന്നു, നോക്കുന്നു, അച്ഛൻ ഓക്കെയാണ്, കുഴപ്പമില്ല, ബുധനാഴ്ച ചെയ്യാം, ചൊവ്വാഴ്ച ബുധനാഴ്ച ചെയ്യാം എന്നേ പറഞ്ഞിട്ടില്ല. അല്ല വേറെ ഒറ്റ കാര്യങ്ങൾ പോലും ആ ഡോക്ടറിനോട് പറഞ്ഞിട്ടില്ല. ബൈസ്റ്റാൻഡർ എന്തിനാണ് അവിടെ നിർത്തുന്നത്? അവർക്ക് ചോറും കറിയും വാങ്ങിച്ചു കൊടുക്കാൻ മാത്രമല്ല ബൈസ്റ്റാൻഡർ നിർത്തുന്ന. ഡോക്ടേഴ്സിനോട് ചിന്തിക്കാൻ പറയണം. 2 വളർന്ന പെൺമക്കൾ, ഞങ്ങളുടെ കുടുംബത്തിന്റെ ഒരു നാഥനാണില്ലാതെ ഞങ്ങൾക്ക് മാത്രമേ നഷ്ടം ഉണ്ടായിട്ടുള്ളത്. അവരെല്ലാരും ഇപ്പൊ വെച്ച് കൈയൊഴിയുവാണ്. അവരുടെ ഭാഗത്ത് ഇത്രയും വലിയ തെറ്റ്, ഇത്രയും കണ്ടീഷൻ, ഇത്രയും ക്രിട്ടിക്കൽ കണ്ടീഷൻ എന്തുകൊണ്ട് അദ്ദേഹത്തെ ICUയിൽ കയറ്റി? ഞാൻ അവസാന സമയത്ത് ICUയിൽ കൊണ്ടുപോകുമ്പോൾ ICUയിൽ ആളുകൾ തിങ്ങി വിങ്ങി കിടക്കുമല്ലായിരുന്നു. 3-4 പേഷ്യൻസേ ഉള്ളൂ അതിനകത്ത് ആവശ്യത്തിനുള്ള സ്ഥലമാണ്. എന്തുകൊണ്ട് അദ്ദേഹത്തെ മാറ്റിയില്ല അവിടെ?
തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഹൃദ്രോഗി മരിച്ചതിൽ ആരോഗ്യമന്ത്രിക്കെതിരെ വിമർശനം കടുപ്പിച്ച് പ്രതിപക്ഷം. സിസ്റ്റം നിരന്തരം തകരുകയാണെങ്കിൽ മന്ത്രി രാജിവെച്ചു പോകണം. ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണെന്നും ഡോക്ടർമാരുടേത് ന്യായീകരണം മാത്രമെന്നും സതീശൻ പ്രതികരിച്ചു. നിരന്തരമായി സിസ്റ്റത്തിൽ ഫെയിലിയർ ആണെങ്കിൽ ഈ സിസ്റ്റത്തെ തകർത്തത് അവരാണ്. അവര് രാജിവെച്ച് ഇറങ്ങിപ്പോകണം. അവര് അയച്ചിരിക്കുന്ന അന്വേഷണത്തിന് വേണ്ടി റിപ്പോർട്ട് തേടും എന്ന് അവർ പറഞ്ഞിരിക്കുന്നതും അതിന്മേൽ കിട്ടിയിരിക്കുന്ന റിപ്പോർട്ടും രണ്ടും കൂടി ഓള്യങ്ങളുണ്ട്. ഈ കഴിഞ്ഞ 5 കൊല്ലത്തിനിടയിൽ ഞങ്ങൾ ഉന്നയിച്ച് ഗൗരവതരമായ ആരോപണം ഉന്നയിച്ചില്ലേ? കേരളത്തിലെ ആരോഗ്യരംഗം, ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ്. പരിതാപകരമായ അവസ്ഥയാണ്. വന്ദേ ഭാരതിന്റെ ഉദ്ഘാടന യാത്രയ്ക്കിടെ വിദ്യാർത്ഥികളെ കൊണ്ട് RSS ഗണഗീതം പാടിച്ചത് ചർച്ചയാക്കാൻ BJP. വിദ്യാർത്ഥികൾ ആലപിച്ചത് ദേശഭക്തി ഗാനമാണെന്നാണ് BJP നിലപാട്. കുട്ടികൾ ഗണഗീതം പാടിയതിൽ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്നും മാധ്യമങ്ങൾ ആവശ്യപ്പെട്ടത് പ്രകാരമാണ് പാടിയതെന്നുമാണ് എളമക്കര സരസ്വതി വിദ്യാനികേതൻ സ്കൂൾ പ്രിൻസിപ്പലിന്റെ വിശദീകരണം. ആദ്യം വീഡിയോ പിൻവലിച്ച ദക്ഷിണ റെയിൽവേ സാമൂഹിക മാധ്യമങ്ങളിൽ വീണ്ടും അപ്ലോഡ് ചെയ്തതോടെ വിവാദം ചൂടുപിടിക്കുകയാണ്. ഗണഗീത വിവാദത്തെ ന്യായീകരിക്കുകയാണ് BJP കേന്ദ്രമന്ത്രിമാരായ ജോർജ് കുര്യനും സുരേഷ് ഗോപി MPയും. ഗാനത്തിന്റെ ഒരു വാക്കിൽ പോലും RSSനെ പരാമർശിക്കുന്നില്ല. ദേശഭക്തിയാണ് ഗാനത്തിന്റെ ആശയം. മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവ് വിവാദങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമമാണ് CPM നടത്തുന്നതെന്നും കോൺഗ്രസ് ആദ്യം ഗണഗീതം പാടിയ ശിവകുമാറിനെ തിരുത്തട്ടെ എന്നും ജോർജ് കുര്യൻ കൂട്ടിച്ചേർത്തു. ഇത് ഞാനൊരു 30 വർഷമായിട്ട് കേൾക്കുന്നതാണ് ഇതിൻ്റെ ആദ്യത്തെ ലൈനുകളൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഇതാണ് ആ സംഭവം. ഇനി കുട്ടികൾ ഇത് ഗീതമായിട്ട്, കുട്ടികളുടെ ഗാനമായിട്ടൊരു സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ഇതിനെന്താണ് കുഴപ്പം? ഈ ഇന്ത്യയെ കുറ്റം പറയുന്നവരെ സമയത്തോളം വലിയ കുറ്റമായിരിക്കും. അതുപോലെ തന്നെ ഇന്ത്യ അല്ല കേരളമാണ് മുന്നിൽ എന്ന് പറയുന്ന ഹൃദ്രോഗിയെ നിലത്ത് കിടത്തി ചികിത്സിക്കുന്ന ലോകത്തിലെ 1ാമത്തെ ആരോഗ്യ കേന്ദ്രം ഉള്ള കേരളത്തിൽ ഇതൊക്കെ തെറ്റായിരിക്കും. കുട്ടികൾ ഗണഗീതം പാടിയതിൽ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്നും മീഡിയക്കാർ ആവശ്യപ്പെട്ടതിന് പ്രകാരമാണ് കുട്ടികൾ പാടിയതെന്നും ദേശവിരുദ്ധ ഗാനമല്ല കുട്ടികൾ ചൊല്ലിയതെന്നും സ്കൂൾ പ്രിൻസിപ്പൽ പ്രതികരിച്ചു. അപ്പോൾ ഈ പ്രോഗ്രാമില് ഏതോ ഒരു ചാനലുകാര് നമ്മുടെ കുട്ടികളുടെ ഏതെങ്കിലും ഒരു പാട്ട് പാടാൻ പറഞ്ഞു. അതിനനുസരിച്ച് ആദ്യം കുട്ടികൾ വന്ദേമാതരം ചൊല്ലി. അന്നേരം ഇദ്ദേഹം വീണ്ടും കുട്ടികളോട് പറഞ്ഞെങ്കിൽ നിങ്ങളൊരു മലയാളം പാട്ട് പാടാൻ പറഞ്ഞു. ഇവരുടെ റിക്വസ്റ്റ് പ്രകാരം കുട്ടികൾ ചൊല്ലിയതാണ് ഈ ദേശഭക്തി ഗാനം. അത് നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാവണം. വളരെ അർത്ഥവത്തായ ദേശീയത തുളുമ്പുന്ന ഒരു ഗാനമാണ്, ദേശഭക്തി ഗാനമാണ് ഇതിൽ ചൊല്ലിയത്. നമുക്കറിയാം ദേശഭക്തി ഗാനം എന്ന് പറയുന്നത് ഒരിക്കലും ദേശവിരുദ്ധമല്ലാതെ. ഈവൻ സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലിൽ പോലും ഇതൊരു മത്സര ഇനമാണത്. കുട്ടികൾ ഗണഗീതം പാടിയതിൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് വിദ്യാഭ്യാസ മന്ത്രി. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റിനോട് റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കുട്ടികളെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ സംഘടനയുടെ വർഗീയ അജണ്ടയ്ക്ക് ഉപയോഗിക്കുന്നത് ഭരണഘടനാ തത്വങ്ങളുടെ നഗ്നമായ ലംഘനവും പ്രതിഷേധാർഹവുമാണ് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് മന്ത്രിയുടെ നീക്കം. വിഷയത്തെ രാഷ്ട്രീയമായി തന്നെ പ്രതിരോധിക്കാൻ തന്നെയാണ് BJPയുടെ നീക്കം. നവമി ദിനേശിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. RSS ഗീതം RSS വേദിയിൽ പാടിയാൽ മതിയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ചെയ്തത് തെറ്റാണ്, കുട്ടികൾ നിഷ്കളങ്കമായി പാടിയതല്ല. ശക്തിയായി എതിർക്കുന്നതായും സ്കൂളിനെതിരെ നടപടി വേണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. ഗണഗീതം ഔദ്യോഗിക പരിപാടിയിൽ DK ശിവകുമാർ പാടിയാലും തെറ്റ് തന്നെയാണെന്നും VD സതീശൻ പറഞ്ഞു. കേരളത്തെ വീണ്ടും, നമ്മുടെ നാടിനെ വീണ്ടും വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുകയാണ്. ഒരു ഔദ്യോഗിക ചടങ്ങിൽ RSSന്റെ ഗണഗീതം കുട്ടികളെ കൊണ്ട് പാടിച്ചിരിക്കുകയാണ്. ആ കുട്ടികളെ വിട്ടുകൊടുത്ത സ്കൂൾ ആരാണെന്ന് അന്വേഷിക്കണം. അവർക്കെതിരായിട്ട് നടപടി സ്വീകരിക്കണം. കുട്ടികളെ കൊണ്ട് ഈ വർഗീയവൽക്കരിക്കുന്ന ഈ കാര്യങ്ങളിൽ ഈ കുട്ടികളെ ഉപയോഗിക്കാൻ ആരാണ് തീരുമാനമെടുത്തത്? ഈ കുഞ്ഞുങ്ങളെ ഉപയോഗിക്കാൻ വേണ്ടി അതിന് ആരാണ്, ഏത് സ്കൂളാണ് ഈ കുട്ടികളെ ഇത്രയും കാര്യങ്ങൾക്ക് വിട്ടുകൊടുത്തത്? റെയിൽവേ ആദ്യം അത് Xൽ നിന്ന് മാറ്റി വീണ്ടും Xൽ വെച്ചിരിക്കുക. അപ്പോൾ അത് സമ്മർദ്ദം കൊണ്ടാണ്. ഔദ്യോഗിക ചടങ്ങുകളെ രാഷ്ട്രീയവൽക്കരിക്കാൻ പാടില്ല. RSSന്റെ ഗണഗീതം അവർ പാടിക്കോട്ടെ, അവരെ ചടങ്ങിൽ പാടിക്കോട്ടെ, ഔദ്യോഗിക ചടങ്ങിൽ പറ്റില്ല. നിരോധിത സംഘടനകൾക്കുമേൽ പിടിമുറുക്കി കേന്ദ്ര സർക്കാർ. പോപ്പുലർ ഫ്രണ്ടിന്റെ കൂടുതൽ സ്വത്തുക്കൾ കണ്ടുകെട്ടിയതിന് പിന്നാലെ സംഘടനയുടെ പ്രവർത്തകർ പേരുമാറി പുതിയ രൂപത്തിൽ എത്തുന്നത് തടയുകയാണ് ലക്ഷ്യം. ഇന്നലെ 67 കോടി രൂപയുടെ സ്വത്തുക്കളാണ് കണ്ടുകെട്ടിയത്. ഡാനി പോൾ കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. ഡാനി,
ഈ കേന്ദ്ര ഏജൻസികൾ നടപടികൾ ഇത്തരത്തിൽ വലിയ രീതിയിൽ കടുപ്പിക്കുകയാണല്ലേ? നമുക്കറിയാം പലതരത്തിൽ പല ഘട്ടങ്ങളിൽ ഈ പല സംഘടനകളും നിരോധിക്കപ്പെട്ടതിന് ശേഷവും ആ സംഘടനകൾ ഈ പേര് മാറി സ്ലീപ്പിംഗ് സെല്ലുകളായിട്ടൊക്കെ പ്രവർത്തിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അത്തരത്തിൽ ഈ പേര് മാറി മറ്റൊരു മുഖംമൂടി ധരിച്ച് ഈ സംഘടനകൾ പ്രവർത്തിക്കാതിരിക്കാൻ, ആ പ്രവർത്തകർ അത്തരത്തിൽ ആ നടപടിയുമായി മുന്നോട്ട് പോകാതിരിക്കാനുള്ള ആഴത്തിലുള്ള നടപടികളിലേക്ക് ഇപ്പോൾ കടക്കുകയാണ് കേന്ദ്ര ഏജൻസികൾ എന്നാണോ മനസ്സിലാക്കേണ്ടത്? എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഈ ഒരു വാർത്താക്കുറിപ്പ് സംബന്ധിയായ കാര്യങ്ങളിൽ നിന്ന് ഈ രീതിയിൽ തന്നെ വേണം കാര്യങ്ങൾ കാണാൻ. കാരണം നടപടികൾ കടുപ്പിക്കുകയാണ്, ഈ രീതിയിൽ അവർ പ്രവർത്തിക്കുന്നു. ഇത് തുടർച്ചയായ രണ്ടാം വട്ടമാണ് ഇത്തരത്തിലൊരു നടപടികളിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പോകുന്നത്. ഇത്തവണ 67 കോടി രൂപയുടെ സ്വത്തുവകകളാണ് മരവിപ്പിച്ചിരിക്കുന്നത്. നേരത്തെയും സമാനമായ നടപടി ഉണ്ടായിരുന്നു. ആകെ 120-ലധികം കോടി രൂപയുടെ സ്വത്തുക്കൾ 2 നടപടികളിലുമായി ഇഡി മരവിപ്പിച്ചിട്ടുണ്ട് എന്നതാണ്. ഇഡിയുടെ പ്രധാനപ്പെട്ടതായ ഒരു കണ്ടുപിടുത്തമെന്ന് പറയുന്നത് ഈ സാമ്പത്തിക സ്രോതസ്സുകൾ സംബന്ധിയായ കാര്യങ്ങളിലുള്ള അന്വേഷണമാണ്. അത് നിരോധിത സംഘടനകൾ, പ്രത്യേകിച്ച് PFI അടക്കം മറ്റ് ഫോർമാറ്റുകൾ പ്രവർത്തിക്കുന്നു എന്ന കണ്ടെത്തലാണ്. SDPIയുടെ പ്രധാനപ്പെട്ട ഒരു വരുമാന സ്രോതസ്സും അതോടൊപ്പം തന്നെ ഈ ആശയവും എല്ലാം തന്നെ PFI ആണ് എന്ന രീതിയിൽ തന്നെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. പല രീതിയിലും ഇവർ ധനം സമാഹരണം നടത്തുന്നുണ്ട്. അത് വിദേശത്ത് നിന്ന് സംഭാവനകളായും അടക്കം സ്വീകരിക്കപ്പെടുന്നുണ്ട്. പക്ഷേ ഇവിടെയുള്ള ഈ ഒരു പ്രവർത്തനത്തിലൊന്നും ഇത്തരം ഈ ഫണ്ടുകളുടെ ശേഖരണം, അതിൻ്റെ വിനിയോഗമൊന്നും തന്നെ കാണുന്നുമില്ല. ഇത് സംബന്ധിയായ കൂടുതൽ അന്വേഷണത്തിലാണ് ഇത്തരം സ്വത്തുക്കൾ പലതും കൈകാര്യം ചെയ്യുന്നത് ഈ രീതിയിലുള്ള ധനസമാഹരണത്തിലൂടെയാണെന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഒരു തുടർ നടപടി എന്ന രീതിയിൽ ഏതാണ്ട് സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിലായി 8ഓളം വസ്തുവകകളടക്കം മരവിപ്പിക്കാനായിട്ട് തീരുമാനിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ തുടർ നടപടി എന്ന രീതിയിൽ PMLA കോടതിയിലടക്കം ഇതിൻ്റെ തുടർ നടപടികൾ ഉണ്ടാകുകയും ചെയ്യും. ഏതായാലും ഇത്തരം നടപടികളിലൂടെ മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. നിരോധിത സംഘടനകൾ പല പേരുകളിലായിട്ട് പ്രവർത്തിക്കുന്നതായിട്ട് കാണുന്നു. ഇത് രാജ്യവിരുദ്ധ കാര്യങ്ങളാണ് ഇവർ ഈ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് കൈകാര്യം ചെയ്യുന്നത്. പലയിടത്തും തന്നെ വാങ്ങിയിട്ടുള്ള സ്വത്തുക്കളിലടക്കം ഈ ഫിസിക്കൽ ട്രെയിനിങ് എന്ന രീതിയിൽ തന്നെ പലയിടത്തും ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ നടക്കുന്നുണ്ട്. ഈ വാങ്ങിച്ച വസ്തുക്കളിലൂടെ തന്നെയാണ് ഇത്തരം ട്രെയിനിങ് കേന്ദ്രങ്ങളടക്കം പ്രവർത്തിക്കുന്നത് എന്നതുകൊണ്ട് തന്നെയാണ് ഈ ദേശവിരുദ്ധമായ രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് ഈ പണം ഉപയോഗിക്കുന്നതായി കണ്ടെത്തിക്കൊണ്ട് നടപടികൾ കടുപ്പിക്കാനായിട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അടക്കം തീരുമാനമെടുക്കുകയും ചെയ്തിട്ടുള്ളത്. അതിൻ്റെ നടപടികൾ തുടരുകയാണ്. ഇപ്പോൾ രണ്ടാം ഘട്ടം എന്ന രീതിയിലാണ് ഇപ്പോൾ ഈ കൂടുതൽ സ്വത്തുക്കൾ മരവിപ്പിച്ചിരിക്കുന്നത്. PMLA കോടതിയിലടക്കം ഇതിൻ്റെ ഒരു തുടർ നടപടികളടക്കം ഉണ്ടാകുകയും ചെയ്യുന്നത്. എന്നാൽ ഇത് തികച്ചും രാഷ്ട്രീയ താല്പര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടുള്ള നടപടികൾ മാത്രമാണ് കേന്ദ്ര ഏജൻസികൾ ഉപയോഗിച്ച് കേന്ദ്ര സർക്കാർ ചെയ്യുന്നതെന്ന വാദവുമായിട്ട് SDPIയും രംഗത്ത് വന്നിട്ടുണ്ട്. ഡാനി പോളാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. വെൽഫെയർ പാർട്ടി തൃണമൂൽ കോൺഗ്രസ് സഖ്യത്തെക്കുറിച്ചുള്ള ചോദ്യത്തോട് പ്രതികരിക്കാതെ PK കുഞ്ഞാലിക്കുട്ടി. മലപ്പുറത്തെ UDF പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുമെന്നും പൊന്മുണ്ടം അടക്കം എല്ലായിടത്തും UDF സഖ്യമായി മത്സരിക്കുമെന്നും PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. പൊന്മുണ്ടത്ത് സജീവമായ ചർച്ചയാണ് ഇന്ന് നടക്കുന്നത്. നേതാക്കൾ ഇടപെട്ട് അതോടുകൂടി പ്രശ്നം തീരും. UDF ആയി മത്സരിക്കുന്ന കാര്യത്തിൽ ബുദ്ധിമുട്ട് വരില്ല പൊന്മുണ്ടത്ത്. അത് യാതൊരു സംശയവും ഇല്ല. ഇന്നത്തെ ചർച്ചയുടെ ഒരു ഗതി കണ്ടിട്ട് അങ്ങനെയാണ്. UDF സഖ്യം തന്നെ ആയിരിക്കും. UDF സഖ്യം തന്നെ ആയിരിക്കും. UDF ആയി തന്നെയാണ് മത്സരിക്കുന്നത്. മലപ്പുറത്ത് സീറ്റ് വിഭജനം പൂർത്തിയാക്കാനുള്ള അവസാനഘട്ട ചർച്ചകളിലാണ് UDF. CV അനുമോദ് ചേരുന്നു വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന്. അനുമോദ്, എന്താണ് മനസ്സിലാക്കേണ്ടത് PK കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണത്തിൽ നിന്ന്? ആര്യ, നമ്മൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചതുപോലെ വെൽഫെയർ പാർട്ടിയുമായും തൃണമൂൽ കോൺഗ്രസുമായും ഒരു പ്രഖ്യാപിത സഖ്യം ഉണ്ടാകില്ല. പക്ഷേ താഴെത്തട്ടിൽ നീക്കുപോക്കുകൾക്ക് ധാരണ, ആ തരത്തിലാണ് UDFിൻ്റെ ഇപ്പോഴത്തെ ആലോചന. പരസ്യ പ്രതികരണങ്ങൾക്കോ അത്തരത്തിലുള്ള വിശദീകരണങ്ങൾക്കോ UDFിൻ്റെ നേതാക്കളോ വെൽഫെയറിൻ്റെ നേതാക്കളോ തയ്യാറാകില്ല എന്ന് തന്നെ വേണം മനസ്സിലാക്കുവാൻ. കാരണം വലിയ തോതിൽ തന്നെ ഈ ഒരു നീക്കുപോക്ക് ഇടതുപക്ഷം പ്രചരണ വിഷയമാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലുമൊക്കെ ഈ ഒരു പ്രചരണം UDFിന് തിരിച്ചടി ഉണ്ടാക്കുമെന്നൊരു ആശങ്കയുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വെൽഫെയറുമായിട്ടും തൃണമൂൽ കോൺഗ്രസുമായിട്ടും താഴെത്തട്ടിൽ പ്രാദേശികമായിട്ട് ധാരണ ഉണ്ടാക്കി കീഴ്ഘടകങ്ങൾക്ക് തീരുമാനമെടുക്കാനുള്ളൊരു സ്വാതന്ത്ര്യം നൽകുന്നത്. അതോടൊപ്പം തന്നെ ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ അത് സംസ്ഥാന വ്യാപകമായിട്ട് അല്ലെങ്കിൽ ഒരു പ്രഖ്യാപിത നയമായിട്ട്
കൊണ്ടുവരേണ്ടതില്ല എന്നൊരു തീരുമാനമുണ്ട്. അതോടൊപ്പം തന്നെ മലപ്പുറം ജില്ലയിൽ ലീഗ് കോൺഗ്രസ് സഖ്യമായിട്ട് തന്നെയായിരിക്കും എല്ലായിടത്തും മത്സരിക്കുക. വെൽഫെയറിൻ്റെയും മറ്റ് കക്ഷികളുടെയൊക്കെ സ്ഥാനാർത്ഥി സ്വതന്ത്ര സ്ഥാനാർത്ഥികളായിട്ടായിരിക്കും സഹകരിക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ സഹകരിക്കാൻ കഴിയുന്നിടത്തെല്ലാം സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ നിർത്തിക്കൊണ്ടുള്ള ഒരു നീക്കമായിരിക്കും ഉണ്ടാവുക. അതോടൊപ്പം തന്നെ മലപ്പുറം ജില്ലയിൽ ഏറ്റവും അധികം ചർച്ചയായിരിക്കുന്നത് പൊന്മുണ്ടത്താണ്. പൊന്മുണ്ടത്ത് ലീഗും കോൺഗ്രസും പരസ്പരം ഏറ്റുമുട്ടുന്ന സാഹചര്യം. കോൺഗ്രസ് CPM-ഉമായിട്ട് സഹകരണ ഒരു സഖ്യമായിട്ട് മുന്നോട്ട് പോകുന്നതിൻ്റെ ചർച്ചകൾ വരെ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ വിഷയവും പരിഹരിക്കുമെന്ന് തന്നെയാണ് PK കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കിയിട്ടുള്ള നേതൃത്വം അതിനുള്ള തീരുമാനങ്ങളൊക്കെയാണ് എടുക്കുന്നത്. എന്ന് തന്നെയാണെങ്കിലും മലപ്പുറം ജില്ലയിൽ എല്ലാ പഞ്ചായത്തുകളിലും ലീഗ് കോൺഗ്രസ് UDF സഖ്യമായിട്ടായിരിക്കും മത്സരിക്കുക എന്നാണ് PK കുഞ്ഞാലിക്കുട്ടി ഉറപ്പിച്ചു പറയുന്നത്. എന്നാണെങ്കിൽ ഇത് സംബന്ധിച്ചുള്ള അന്തിമ തീരുമാനങ്ങൾ ഇന്ന് വൈകുന്നേരത്തോടെ വ്യക്തമാകുമെന്നാണ് അറിയാനാകുന്നത്. CV അനുമോദാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഏത് നിമിഷവും പ്രഖ്യാപിക്കാനിരിക്കെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കാൻ മുന്നണികൾ. തിരുവനന്തപുരം കോർപ്പറേഷനിലെ LDF-ന്റെയും BJP-യുടെയും സ്ഥാനാർത്ഥി പട്ടിക വൈകാതെ പ്രഖ്യാപിക്കും. ലത്തീൻ സഭയുടെ പിന്തുണയോടെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം പാളയം വാർഡിൽ അടക്കം പ്രചാരണം സജീവമാക്കി. കണ്ണൂർ കോർപ്പറേഷനിൽ കോൺഗ്രസ് വിമതൻ PK രാഗേഷിനെ LDF പിന്തുണച്ചേക്കുമെന്ന സൂചനകൾ ശക്തമാണ്. നിലവിൽ ഡെപ്യൂട്ടി മേയർ P ഇന്ദിരയെ മേയർ സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കാനുള്ള നീക്കത്തിനെതിരെയും ഒരു വിഭാഗത്തിന് വിയോജിപ്പുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം അടുത്ത ദിവസം വരാനിരിക്കെ പ്രചാരണ രംഗത്തും മുന്നൊരുക്കങ്ങളിലും സജീവമായിരിക്കുകയാണ് ഓരോ മുന്നണികളും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തലസ്ഥാനത്ത് കോർപ്പറേഷനിൽ ആദ്യഘട്ട പ്രചാരണം കോൺഗ്രസ് ഏറെക്കുറെ പൂർത്തിയാക്കിയിരിക്കുന്നു എന്നത് തന്നെയാണ്. പക്ഷേ ഇപ്പോഴും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായ തർക്കമാണ് വെല്ലുവിളിയായി ചില വാർഡുകളിലെങ്കിലും കോൺഗ്രസ് നേതൃത്വത്തിന് മുമ്പിൽ തലവേദന തീർക്കുന്നത്. അവിടെ പാളയം വാർഡിൽ അടക്കം സ്വാധീനമുള്ള ഒരു വ്യക്തി, ലത്തീൻ സഭയുടെ അനുമതിയോടെ ജനസ്വാധീനമുള്ള ഒരു വനിതയെ തന്നെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുകയാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം. ഒത്തുതീർപ്പ് നീക്കങ്ങൾ ഉണ്ടായി എന്ന് മുതിർന്ന നേതാക്കൾ അവകാശപ്പെടുമ്പോഴും അങ്ങനെ നടന്നിട്ടില്ല എന്നും സ്ഥാനാർത്ഥികളുമായി പ്രചാരണ രംഗത്ത് മുമ്പോട്ട് പോകാനാണ് തീരുമാനമെന്നുമാണ് ജോസഫ് വിഭാഗത്തിന്റെ നിലപാട്. ആക്ച്വലി കേരള കോൺഗ്രസ് തിരുവനന്തപുരം ജില്ല ഇന്നിപ്പോ ഫോർവേഡ് ബ്ലോക്കിന് പോലും തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒരു സീറ്റ് കൊടുത്തു. പക്ഷെ നമ്മൾ ചർച്ചയ്ക്ക് പോലും വിളിക്കുന്നില്ല. തിരുവനന്തപുരം കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചയ്ക്ക് വിളിക്കുന്നേ ഇല്ല. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ കേരള കോൺഗ്രസിന് പല മേഖലകളിലും നമുക്ക് ജയിക്കാൻ സാധിക്കുന്നതും എന്നാൽ ജയത്തെ നിർണായകമായി സ്വാധീനിക്കാൻ കഴിയുന്ന ശക്തി നമുക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കേരള കോൺഗ്രസിന്റെ പ്രവർത്തകരുടെ വികാരം മാനിച്ചുകൊണ്ട് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അതിശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. BJP കൂടി ആദ്യഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുന്ന സാഹചര്യത്തിൽ പോരാട്ടം വലിയ തരത്തിൽ ഇരു മുന്നണികളും തമ്മിൽ സജീവമാകാനാണ് സാധ്യത. അതോടൊപ്പം തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്നതിന് പിന്നാലെയാകും LDF-ന്റെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവരിക. അതോടെ ത്രികോണ മത്സരമായി പല ഇടങ്ങളിലും ഈ തെരഞ്ഞെടുപ്പ് രംഗം മാറും എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. കോൺഗ്രസിനെ സംബന്ധിച്ച് നിലവിലെ 10-ൽ നിന്ന് വലിയ തരത്തിലൊരു മുന്നേറ്റമുണ്ടാക്കാൻ കഴിയും. നിലവിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിലേത് വലിയ പ്രതീക്ഷയിലാണ് കോൺഗ്രസ് ക്യാമ്പ്. അത്തരത്തിലുള്ള മുന്നൊരുക്കങ്ങളാണ് പലയിടങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം കണ്ണൂർ കോർപ്പറേഷനിൽ കോൺഗ്രസ് കുത്തകയായി കരുതുന്ന കണ്ണൂർ കോർപ്പറേഷനിൽ ഇത്തവണ വലിയൊരു വെല്ലുവിളി അഭിമുഖീകരിക്കാൻ പോവുകയാണ് എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. നേരത്തെ കോൺഗ്രസിന്റെ ഭാഗമായിരുന്ന PK രാഗേഷിനെ LDF പിന്തുണച്ചേക്കും. അങ്ങനെയെങ്കിൽ രാഗേഷിനെ അനുകൂലിക്കുന്ന 10 പേർ അല്ലെങ്കിൽ 10 വാർഡുകളിൽ രാഗേഷിന്റെ അനുകൂലികൾ സ്ഥാനാർത്ഥികളാകുമെന്നും അവിടെ LDF-ന്റെ പിന്തുണയോടെ കോൺഗ്രസിന് വെല്ലുവിളി തീർക്കാനുള്ള ശ്രമമാണ് LDF നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തുവരുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിലവിലെ ഡെപ്യൂട്ടി മേയറും കണ്ണൂർ കോർപ്പറേഷനിലെ ഡെപ്യൂട്ടി മേയറും നിലവിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മേയർ സ്ഥാനത്തേക്ക് കോൺഗ്രസ് ഉയർത്തിക്കാണിക്കുന്ന P ഇന്ദിരയ്ക്കെതിരെയും ഒരു വിഭാഗം നേതാക്കൾ വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. പക്ഷേ മുതിർന്ന നേതാക്കൾ ഇടപെട്ട് ഈ പ്രശ്നം പരിഹരിച്ചുകൊണ്ട് കണ്ണൂർ കോർപ്പറേഷൻ ഏതു വിധേനയും നിലനിർത്തുക എന്നൊരു വലിയ ദൌത്യമാണ് കോൺഗ്രസിന് മുമ്പിൽ ബാക്കിയാകുന്നത്. എന്തായാലും കൊച്ചി കോർപ്പറേഷനും അതോടൊപ്പം കണ്ണൂരും അതോടൊപ്പം തിരുവനന്തപുരം ഈ 3 കോർപ്പറേഷനുകളിൽ കൃത്യമായി ആധിപത്യം ഉറപ്പിക്കാനായാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്ന പാർട്ടിക്ക് അത് വലിയ തരത്തിൽ മുന്നേറ്റമായി മാറുമെന്നാണ് കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വത്തിന്റെ അടക്കം വിലയിരുത്തൽ. അതേസമയം തിരുവനന്തപുരത്ത് അടക്കം ഏതു വിധേനയും ഭരണ തുടർച്ചയ്ക്കാണ് LDF ശ്രമിക്കുന്നത്. അവിടെയാണ് ഈ സ്ഥാനാർത്ഥി നിർണയവും അതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളുമൊക്കെ നിർണായകമായി മാറാൻ പോകുന്നത്. ഡാൻ കുര്യന്റെ റിപ്പോർട്ടാണ് കണ്ടത്.
കാട്ടുപന്നി കുറുകെ ചാടിയപ്പോൾ കാർ നിയന്ത്രണം വിട്ടുണ്ടായ അപകടത്തിൽ പാലക്കാട് 3 യുവാക്കൾക്ക് ദാരുണാന്ത്യം. രോഹൻ രഞ്ജിത്ത്, രോഹൻ സന്തോഷ്, സനൂജ് എന്നിവരാണ് മരിച്ചത്. മൂവരും സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. പാലക്കാട് ചിറ്റൂർ റോഡിൽ കല്ലിങ്കൽ ജംഗ്ഷന് സമീപം ഇന്നലെ രാത്രി 10:50ഓടെയായിരുന്നു അപകടം. കാർ നിയന്ത്രണം വിട്ട് റോഡരികിലുള്ള മരത്തിലിടിച്ച് വയലിലേക്ക് മറിഞ്ഞു. മറ്റു 3 പേർ പരിക്കേറ്റ് ചികിത്സയിലാണ്. അരൂർ ഇടപ്പള്ളി ദേശീയപാതയിൽ കണ്ണാടിക്കാട് മീൻ കയറ്റി വന്ന ലോറി ക്രെയിനിലിടിച്ച് അപകടം. പരുക്കേറ്റ ലോറി ഡ്രൈവറെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നവമി ദിനേശിന്റെ റിപ്പോർട്ടിലേക്ക്. കന്യാകുമാരിയിൽ നിന്നും മീൻ കയറ്റി വന്ന ലോറി മംഗലാപുരത്തേക്ക് പോവുകയായിരുന്നു. അതിനിടയിലാണ് വൈറ്റില ഈ ഭാഗത്ത് വെച്ച്, ഈ വൈറ്റില പാലം അടുക്കുന്നതിനോട് അനുബന്ധിച്ച് കണ്ണാടിക്കാട് എന്ന സ്ഥലത്ത് വെച്ച് ഇവിടെ പണി നടത്തിക്കൊണ്ടിരുന്ന ക്രെയിനിലേക്ക് ഈ ലോറി, തമിഴ്നാട് രജിസ്ട്രേഷനുള്ള ലോറിയാണ്, ഇടിച്ചു കയറുകയായിരുന്നു. മരട് നഗരസഭ വഴിവിളക്കുകൾ സ്ഥാപിച്ചിരുന്നു. അതിന്റെ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതായിരുന്നു പുലർച്ചെ 5 മണിയോടുകൂടി. ആ സമയത്താണ് ഈ ക്രെയിൻ ഈ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിന്റെ ഭാഗമായി ഇവിടെ പണി നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ലോറി വന്ന് ക്രെയിനിന്റെ പുറകിലായി ഇടിച്ചു കയറുന്നത്. ലോറിക്കാരന് നിസാര പരിക്കുകളോടെ മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. ആ ലോറി ഇടിച്ച് ഈ ക്രെയിനിന്റെ പുറകുവശത്തേക്ക് ഇടിച്ച് കയറിയിരിക്കുകയാണ്. എന്തായാലും ഈ ക്രെയിനിലുണ്ടായിരുന്ന ഡ്രൈവർക്ക് മറ്റ് അപകടമൊന്നും സംഭവിച്ചിട്ടില്ല. സമയത്ത് ഈ ക്രെയിനിന്റെ ഡ്രൈവറും ഒപ്പം മരട് നഗരസഭയിലെ ചില ഉദ്യോഗസ്ഥരുമായിരുന്നു ആ സംഭവ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നത്. പുലർച്ചെ 5 മണിയോടുകൂടിയാണ് ഈ അപകടം സംഭവിച്ചത്. പുലർച്ചെ ആയതിനാൽ, ദീർഘദൂര യാത്രയായതിനാൽ ഡ്രൈവർ ഉറങ്ങിപ്പോയതാവാം ഈ അപകടത്തിന് കാരണമെന്നാണ് നിഗമനം. എന്തായാലും വലിയ ഒരു അപകടം തന്നെയാണ്. തലനാരിഴയ്ക്ക് ഒഴിവായത്. ഡ്രൈവർക്ക് വലിയ രീതിയിലുള്ള ഗുരുതരമായിട്ടുള്ള പരിക്കുകളൊന്നുമില്ല എന്നാണ് നമുക്ക് ആശുപത്രിയിൽ നിന്നും അറിയുന്നത്. ഈ വഴിവിളക്കുകളുടെ പണികൾ പുരോഗമിക്കുന്നുണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ടായിരുന്നു ഈ ക്രെയിൻ ഇവിടെ സ്ഥാപിക്കുക. ആ ക്രെയിനിൽ ഇരുന്നുകൊണ്ടാണ് ജോലിക്കാർ അത് ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്നത്. എന്തായാലും വലിയ അപകടം തന്നെയാണ് ഇതിനോടുകൂടി ഒഴിവായിരിക്കുന്നത്. നവമി ദിനേശിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കും. അവസാന ദിവസമായ ഇന്ന് എൻഡിഎയ്ക്കായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കട്ടിഹാറിൽ റാലിയിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രചാരണം ഇന്നലെ അവസാനിച്ചിരുന്നു. ആർജെഡിക്കും ഇന്ത്യ സഖ്യത്തിനും കടുത്ത വിമർശനം ഉന്നയിച്ച മോദി അവസാന ദിവസങ്ങളിലും ജംഗിൾ രാജ് ആണ് മുഖ്യമായും പ്രചാരണ ആയുധമാക്കിയത്. രാഹുൽ ഗാന്ധിയുടെയും മല്ലികാർജ്ജുൻ ഖർഗെയുടെയും തേജസ്വി യാദവിന്റെയും നേതൃത്വത്തിലായിരുന്നു ഇന്ത്യ സഖ്യത്തിന്റെ പ്രചാരണം. 122 മണ്ഡലങ്ങളിലേക്ക് ചൊവ്വാഴ്ചയാണ് 2ാം ഘട്ടത്തിൽ വോട്ടെടുപ്പ്. ഈ മാസം 14-നാണ് വോട്ടെണ്ണൽ. യുക്രൈനെതിരെ ആക്രമണം കടുപ്പിച്ച് റഷ്യ. മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങളിൽ 7 പേർ കൊല്ലപ്പെട്ടു. പൊക്രോവ്സ്ക് നഗരത്തിന്റെ ഭൂരിഭാഗവും റഷ്യൻ നിയന്ത്രണത്തിലായെന്നാണ് റിപ്പോർട്ടുകൾ. റഷ്യയ്ക്ക് മേൽ ഉപരോധം കടുപ്പിക്കണമെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ആവശ്യപ്പെട്ടു. അതിശൈത്യകാലത്തിന് മുൻപ് യുക്രൈന് മേൽ ആക്രമണം കടുപ്പിക്കുകയാണ് റഷ്യ. കീവ്, പോൾട്ടോവ, കാർക്കൈവ് ഇവിടങ്ങളിലെ ഊർജ്ജ ഉൽപ്പാദന മേഖലകളിലും ആയുധ നിർമ്മാണ കേന്ദ്രങ്ങളും ലക്ഷ്യമാക്കിയായിരുന്നു ആക്രമണം. യുക്രൈനിലെ 4ാമത്തെ വലിയ നഗരമായ ഡെനിപ്രോയിൽ ജനവാസ മേഖലയിലാണ് ഡ്രോണുകൾ പതിച്ചത്. 9 നില കെട്ടിടത്തിന് നേരെയുള്ള ഡ്രോണാക്രമണത്തിൽ 3 പേർ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കുണ്ട്. കെട്ടിടത്തിൽ തീപിടുത്തമുണ്ടായതോടെ മണിക്കൂറുകളോളം രക്ഷാപ്രവർത്തനം നീണ്ടുനിന്നു. വലിയ ക്രെയിനുകളടക്കം എത്തിച്ചാണ് പലരെയും കെട്ടിടത്തിന് താഴെ ഇറക്കിയത്. 450 ഡ്രോണുകൾ എത്തിയെന്നും സാധാരണക്കാരെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്നും യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കി കുറ്റപ്പെടുത്തി. ഈ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ റഷ്യയ്ക്ക് മേൽ ഉപരോധം കടുപ്പിക്കണമെന്നും സെലൻസ്കി ആവശ്യപ്പെട്ടു. Масований був удар, багато балістики, щонайменше 25 балістичних ракет було. Також були аеробалістичні та крилаті ракети, ще більш ніж 450. റഷ്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലായ എണ്ണ റിഫൈനറികളും പൈപ്പ് ലൈനുകളും തിരഞ്ഞുപിടിച്ച് നേരത്തെ യുക്രൈൻ ആക്രമണം നടത്തിയിരുന്നു. ഇതിന് മറുപടിയെന്ന നിലയിലാണ് റഷ്യയുടെ പ്രത്യാക്രമണം. കിഴക്കൻ യുക്രൈനിലെ പൊക്രോവ്സ്ക് നഗരം റഷ്യ കീഴടക്കിയെന്നാണ് റിപ്പോർട്ടുകൾ. നഗരത്തിലെ ഏതാണ്ട് 39 കിലോമീറ്റർ പ്രദേശം റഷ്യൻ നിയന്ത്രണത്തിലായി.
ഇങ്ങനെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഡോണസ്ക് മേഖലയിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്ന നഗരമാണ് പൊക്രോവ്സ്ക്. പൊക്രോവ്സ്ക് പിടിച്ചെടുക്കാൻ 2 വർഷത്തോളമായി റഷ്യൻ സൈന്യം നീക്കം നടത്തുന്നുണ്ട്. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ഈ മേഖലയിൽ റഷ്യ യുക്രൈൻ സൈന്യങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടൽ പതിവാണ്. കഴിഞ്ഞ 3 ദിവസത്തിനിടെ 220 ആക്രമണങ്ങൾ ഇവിടെയുണ്ടായി. പൊക്രോവ്സ്ക് പിടിച്ചെടുക്കുന്നതിനെ യുക്രൈൻ യുദ്ധത്തിലെ നിർണായക മുന്നേറ്റമായാണ് റഷ്യ കാണുന്നത്. യുദ്ധത്തിന് മുൻപ് ഏതാണ്ട് 60,000 പേർ ഈ നഗരത്തിലുണ്ടായിരുന്നു. ഇപ്പോഴുള്ളത് 1000-ഓളം പേർ മാത്രം. യുക്രൈന് കൂടുതൽ അമേരിക്കൻ നിർമ്മിത പാട്രിയറ്റ് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ ലഭിച്ചിരുന്നു. ഇക്കാര്യം സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രസിഡന്റ് വോളോഡിമർ സെലൻസ്കി സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. നവംബർ ആദ്യവാരമാണ് സെലൻസ്കി തന്നെ ഇക്കാര്യം സ്ഥിരീകരിച്ചത്. ഇതിന് പിന്നാലെയാണ് റഷ്യൻ ആക്രമണം എന്നതും ശ്രദ്ധേയമാണ്. UK അടക്കം 10 നാറ്റോ രാജ്യങ്ങൾ സംയുക്തമായി സൈനികാഭ്യാസവും നടത്തി. റഷ്യ ആക്രമണം കടുപ്പിച്ചാൽ 8 ലക്ഷം സൈനികരെ നാറ്റോ യുക്രൈനിൽ വിന്യസിക്കുമെന്ന ജർമ്മനിയുടെ പ്രതികരണവും റഷ്യയെ പ്രകോപിപ്പിച്ചിരിക്കാം. എന്തായാലും 1354 ദിവസം പിന്നിടുന്ന റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലെ ആക്രമണം നിർണായക മാറ്റങ്ങൾക്ക് വഴിവെക്കും. നിർണായക മുന്നേറ്റങ്ങൾക്കും അത് ഇടയാക്കും. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി അടയാള ബന്ധമുള്ള ഏക പഞ്ചായത്താണ് പാലക്കാട് അകത്തേത്തറ. 1982 ഇന്ദിരാഗാന്ധി ഇവിടെ എത്തി ഹേമാംബിക ക്ഷേത്രമെന്ന കൈപ്പത്തി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷമാണ് പാർട്ടി ചിഹ്നം കൈപ്പത്തിയാക്കാൻ നിശ്ചയിച്ചത് എന്നാണ് പ്രചരിക്കുന്ന കഥ. എന്നാൽ കോൺഗ്രസുമായി ഇത്രയും ആത്മബന്ധമുള്ള പഞ്ചായത്തിൽ ഒരു വാർഡിൽ പോലും കോൺഗ്രസ് മെമ്പർ ഇല്ല. കാലങ്ങളായി CPM ഭരിക്കുന്ന അകത്തേത്തറയിൽ BJP-യാണ് പ്രതിപക്ഷം. മലമ്പുഴ മണ്ഡലത്തിലാണെങ്കിലും പാലക്കാടിനോട് ചേർന്ന് കിടക്കുന്ന പഞ്ചായത്താണ് അകത്തേത്തറ. 1982 ഇന്ദിരാഗാന്ധി പാലക്കാട് സന്ദർശിച്ചപ്പോൾ മുതിർന്ന നേതാവായ VS വിജയരാഘവനാണ് അന്ന് അകത്തേത്തറയിലെ കല്ലേക്കുളങ്ങര ഹേമാംബിക ക്ഷേത്രത്തിലേക്ക് ഇന്ദിരാഗാന്ധിയെ കൊണ്ടുപോയത്. ശ്രീകോവിലെ പ്രതിഷ്ഠ അനുഗ്രഹം ചൊരിയുന്ന 2 കൈപ്പത്തികളായതിനാൽ കൈപ്പത്തി ക്ഷേത്രമെന്നും ഇവിടം അറിയപ്പെടുന്നു. ഇവിടെ എത്തിയതിനു ശേഷമാണ് ഇന്ദിരാഗാന്ധി കൈപ്പത്തി കോൺഗ്രസിന്റെ ചിഹ്നമാക്കാൻ നിശ്ചയിച്ചതെന്ന് ഒരു വിഭാഗം പറയുന്നുണ്ട്. എന്നാൽ ഇതിൽ ചില മറുവാദങ്ങളൊക്കെ ഉണ്ടുതാനും. ചരിത്രം ഇങ്ങനെയൊക്കെയാണെങ്കിലും കോൺഗ്രസ് ഇപ്പോൾ അകത്തേത്തറ പഞ്ചായത്തിന്റെ ചിത്രത്തിലില്ല, ചരിത്രത്തിൽ മാത്രമേയുള്ളൂ. 2015 5 സീറ്റ് കിട്ടിയെങ്കിൽ 2020 1 സീറ്റും കിട്ടിയില്ല. ഈ ചരിത്രം മാറ്റിയെഴുതുമെന്നാണ് അകത്തേത്തറയിലെ കോൺഗ്രസുകാർ പറയുന്നത്. ഇവിടുത്തെ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ട പദ്ധതികൾ രൂപീകരിക്കും. അത് കഴിഞ്ഞ് പിന്നെ ആളുകൾക്ക് കൃഷിയോഗ്യമായ തരിശുഭൂമികളെ കൃഷിയോഗ്യമാക്കുന്നതിന് തൊഴിലുറപ്പ് മേഖല എങ്ങനെ ഉപയോഗിക്കണമെന്നൊരു റിസർച്ച് നടത്തി അതിലേക്ക് ഉപകാരപ്പെടുത്തും. അതേപോലെ തന്നെ പാവപ്പെട്ട ഹരിജനങ്ങളും ഗിരിജനങ്ങളും അവർക്ക് താമസിക്കാനും അവരുടെ ജീവിത അന്തരീക്ഷങ്ങൾക്ക് മുന്നോട്ട് വരുന്നതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കും. അതേപോലെ തന്നെ റോഡുകൾ മോശമായി കിടക്കുന്ന റോഡുകളൊക്കെ അടിയന്തര പ്രാധാന്യത്തോടെ ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കും. ഞങ്ങളുടെ പോരായ്മകൾ ഞങ്ങൾ ഈ 5 വർഷവും ചർച്ച ചെയ്തതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് ആ പോരായ്മകളൊക്കെ പരിഹരിച്ചുകൊണ്ട് ഒറ്റക്കെട്ടായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഐക്യജനാധിപത്യ മുന്നണിയും മത്സരരംഗത്തേക്ക് ഇറങ്ങുന്നത്. മറുവശത്ത് BJP-ക്കാകട്ടെ വർഷം തോറും സീറ്റുകളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നുണ്ട്. 2015 5 സീറ്റ് നേടിയ BJP-ക്ക് 2020 അത് 7 ഉയർത്താനായി. ഇക്കുറി ഇടതുപക്ഷത്തെ അട്ടിമറിച്ച് ഭരണം നേടുകയാണ് ലക്ഷ്യമെന്ന് BJP അവകാശപ്പെടുന്നു. 2020 തെരഞ്ഞെടുപ്പിൽ 7 സീറ്റ് വിജയിക്കുകയും 5ഓളം സീറ്റുകൾ സെക്കൻഡ് വരികയാണ് ചെയ്തത്. കഴിഞ്ഞ തവണ ചെറിയ വ്യത്യാസത്തിലാണ് BJP-ക്ക് ഇവിടെ ഭരണം നഷ്ടപ്പെട്ടത്. ഇത്തവണ BJP വലിയധികം വിജയസാധ്യതയാണ് ഇവിടെ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നത്. എന്തുതന്നെയായാലും നമുക്ക് ഇത്തവണ മൃഗീയ ഭൂരിപക്ഷം കിട്ടുകയും 13-ലധികം സീറ്റുകൾ BJP സ്ഥാനാർത്ഥികൾ വിജയിക്കുമെന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ. ഇടതുപക്ഷത്തിന്റെ കുത്തക പഞ്ചായത്താണ് അകത്തേത്തറ. 3 പതിറ്റാണ്ടിലേറെക്കാലമായി ഇടതുപക്ഷം മാത്രം ഭരിക്കുന്ന പഞ്ചായത്ത്. ഇക്കുറിയും അത് തുടരുമെന്ന് ഇടതുപക്ഷം അവകാശപ്പെടുന്നു. ഇന്നത്തെ കോൺഗ്രസാണ് നാളത്തെ BJP എന്നും CPM. തുടർഭരണം എന്തായാലും ഉണ്ടാവും, അതിലൊരു സംശയമില്ല. കാരണം നമ്മൾക്കുള്ള വികസന പ്രവർത്തനങ്ങൾ അത്രത്തോളം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഈ ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത് അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ജനങ്ങൾ ഒരിക്കലും കൈവിടില്ല എന്നുള്ള പ്രതീക്ഷയും നല്ലപോലെ ഉണ്ട്. നമ്മളിപ്പോൾ എല്ലാവരുടെയും കാണുന്ന പോലെ ഇപ്പോൾ ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP ആണല്ലോ. അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചിട്ടുള്ളത്. കോൺഗ്രസ് കൃത്യമായിട്ട് കോൺഗ്രസിൻ്റെ വോട്ട് പിടിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും BJPക്ക് ഇവിടെ വളർച്ച ഉണ്ടാവില്ല.
അതില്ലാത്തത് കൊണ്ടാണ് BJPയുടെ വളർച്ച ഇവിടെ കൂടുതലായിട്ട് വരുന്നത്. അത് LDFന് ബാധിക്കില്ല. വാർഡ് പുനഃക്രമീകരണത്തിൽ 2 എണ്ണം കൂടി അധികമായി ഉൾപ്പെട്ടതോടെ ഈ വർഷം മുതൽ 19 സീറ്റാണ് പഞ്ചായത്തിൽ. ഇടതുപക്ഷം ഭരണ തുടർച്ചയും BJP അട്ടിമറിയും അവകാശപ്പെടുമ്പോൾ കൈപ്പത്തി ഹേമാംബിക ക്ഷേത്രത്തിൽ മാത്രമായി ഒതുങ്ങുമോ എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനുള്ള പോരാട്ടത്തിലാണ് കോൺഗ്രസ്. പ്രജിത് കോങ്ങാടിനൊപ്പം CB അനുമോദ്, ന്യൂസ് 18. അതിരപ്പിള്ളിയിൽ വലയിൽ കുടുങ്ങി ചീങ്കണ്ണി. അതിരപ്പിള്ളി കണ്ണൻകുഴിയിലാണ് സംഭവം. യുവാക്കൾ രാവിലെ കുളിക്കാൻ എത്തിയപ്പോഴാണ് ചീങ്കണ്ണിയെ കണ്ടത്. വലയിൽ നിന്ന് ചീങ്കണ്ണിയെ യുവാക്കൾ തന്നെ മോചിപ്പിച്ചു. അങ്ങനെ ചാവുന്നില്ലടിക്കുക. മണിക്കണേ മിന്നാന്ന് പറഞ്ഞാൽ കറക്റ്റ് അടാ അങ്ങോട്ട് കയറ വെള്ളത്തിന്ന് കിച്ചപ്പ നോക്കിട്ടോ. തിരുനാവായ മാമാങ്ക സ്മാരകമായി കണക്കാക്കുന്ന സർക്കാർ അടയാളപ്പെടുത്തിയ നിലപാട് തറ കാണണമെന്ന് ആരെങ്കിലും ആഗ്രഹിച്ചാൽ നിരാശപ്പെടേണ്ടി വരും. സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള പ്രദേശത്തേക്ക് കടക്കാൻ കഴിയുകയില്ല. അവിടേക്കുള്ള ഗേറ്റ് മിക്കപ്പോഴും പൂട്ടിക്കിടക്കുകയാകും. റോഡിന് പുറത്ത് നിലപാട് തറ എന്ന ബോർഡ് കണ്ടും പൊളിഞ്ഞ മതിലിന് മുകളിലൂടെ കണ്ടും മടങ്ങേണ്ടി വരും. ന്യൂസ് 18 സംഘം അവിടെ സന്ദർശിച്ചപ്പോൾ ഉള്ള അനുഭവം പങ്കുവയ്ക്കുകയാണ് CB അനുമോദ്. കുംഭമേളയ്ക്ക് ഒരുങ്ങുകയാണ് തിരുനാവായ. അടുത്ത വർഷം ജനുവരി 18 മുതൽ ഫെബ്രുവരി 3 വരെ കുംഭമേള ഇവിടെ നടക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. തിരുനാവായെ സംബന്ധിച്ച് ചരിത്രാതീത കാലം മുതലേ ഏറെ പ്രധാനപ്പെട്ട ഒരിടമാണ്. പണ്ട് മാഘമാസത്തിലെ മകം നക്ഷത്രത്തിൽ നടന്ന മഹോത്സവമാണ് പിന്നീട് മാമാങ്കമായത്. അന്ന് അത് പുഴയെ ആരാധിക്കുന്ന, പുഴയെ പൂജിക്കുന്ന ചില ചടങ്ങുകളായിരുന്നു. പിന്നീട് അതിനൊപ്പം ആയോധന കലകൾ വന്നു. പിന്നീട് അതൊരു സ്ഥാനം നിലനിർത്താനുള്ള പോരാട്ടത്തിലേക്ക് മാറി. പിന്നീടതൊരു ചോര ചരിത്രം നിറഞ്ഞ ദിവസങ്ങളുടെ ഓർമ്മപ്പെടുത്തലായി മാറി. എന്താണെങ്കിലും കാലങ്ങൾക്കിപ്പുറം കുംഭമേള തിരുനാവായയിലേക്ക് എത്തുമ്പോൾ വിശ്വാസികളെ സംബന്ധിച്ച് തിരുനാവായ പുണ്യം നിറഞ്ഞ ദിനങ്ങളിലേക്ക് തിരിച്ചു പോകുന്നതിൻ്റെ ഓർമ്മകളാകും, അല്ലെങ്കിൽ അനുഭവമാകും നൽകുക. 8 വിഗ്രഹങ്ങൾ ഭൂമിക്കടിയിലേക്ക് താഴ്ന്നുപോയി 9ാമത്തെ പ്രതിഷ്ഠ എന്നുള്ളതിലാണ് നവാമുകുന്ദൻ. നവെന്ന് പറഞ്ഞാൽ മലയാളത്തിൽ 9 ആണല്ലോ. അങ്ങനെയാണ് നവാമുകുന്ദൻ എന്നുള്ള രീതിയിൽ പറയുന്നത്. ഇന്ന് തിരുനാവായ എന്നാൽ പിതൃതർപ്പണത്തിൻ്റെ ഭൂമികയാണ്. തിരുനാവായയിലെ മഹാവിഷ്ണു ക്ഷേത്രം, പുഴയ്ക്ക് അക്കരെയുള്ള ബ്രഹ്മ മഹേശ്വര ക്ഷേത്രങ്ങൾ, അങ്ങനെ ത്രിമൂർത്തി സംഗമസ്ഥാനമായിട്ടാണ് ഈ പ്രദേശം വിശ്വാസികളെ സംബന്ധിച്ച് അറിയപ്പെടുന്നത്. നിളയ്ക്ക് ഇരുകരയിലുമായിട്ട് ത്രിമൂർത്തികൾ കുടികൊള്ളുന്ന, ത്രിമൂർത്തികളെ ആരാധിക്കുന്ന മറ്റൊരിടം എവിടെയുമില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ബലിതർപ്പണം ചെയ്യുന്നത് വിശ്വാസികളെ സംബന്ധിച്ച് അവരുടെ പിതൃക്കൾക്ക് മോക്ഷം ലഭിക്കുവാൻ ഇത്രയും ഉത്തമമായ മറ്റൊരിടമില്ല എന്ന സങ്കല്പമാണുള്ളത്. പണ്ട് പരശുരാമൻ തൻ്റെ ബ്രഹ്മഹത്യ പാപം തീരുവാൻ ഇവിടെ എത്തി തർപ്പണം ചെയ്തു എന്നാണ് സങ്കല്പം. അങ്ങനെ ബലിതർപ്പണവുമായി ബന്ധപ്പെട്ട ഒട്ടേറെ വിശ്വാസങ്ങൾ തിരുനാവായയുമായി ബന്ധപ്പെട്ടുണ്ട്. മരിച്ചുപോയ പിതൃക്കൾക്ക് മോക്ഷം കിട്ടാൻ വേണ്ടി പിതൃതർപ്പണം നടത്താൻ നാടിൻ്റെ നാനാഭാഗത്തുനിന്നും ആയിരക്കണക്കിന് ആളുകൾ നിത്യേന വന്നുകൊണ്ടിരിക്കുന്ന ഒരു ക്ഷേത്രമാണ്. രാവിലെ 5 മണി മുതൽ തുടങ്ങും. ക്ഷേത്രം അംഗീകരിക്കപ്പെട്ട 15 കർമ്മികളുടെ കാർമ്മികത്വത്തിലാണ് ഇതെല്ലാം നടക്കുന്നത്. എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഉണ്ട്. കിഴക്ക് നിന്ന് പടിഞ്ഞാറേക്കാണ് ഭാരതപ്പുഴ ഒഴുകുന്നത്. എന്നാൽ തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രത്തിന് മുമ്പിലെത്തുമ്പോൾ പുഴ വടക്ക് നിന്ന് തെക്കോട്ടാണ് ഒഴുകുന്നത്. ഇവിടെ തിരുനാവായിലെത്തിയാൽ നമുക്ക് പ്രഭാതങ്ങളിൽ സൂര്യോദയവും കാണാം, വൈകുന്നേരങ്ങളിൽ സൂര്യാസ്തമയവും കാണാം. മാഘമാസത്തിലെ മകം നക്ഷത്രത്തിലെ ഉത്സവമാണ്
മാമാങ്കമായത്. ആദ്യകാലങ്ങളിൽ അത് ആരാധനയുടേതായിരുന്നു, പൂജകളുടേതായിരുന്നു, ആഘോഷത്തിൻ്റെതായിരുന്നു. പക്ഷേ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ പിന്നീട് അതൊരു ഏറ്റുമുട്ടലിൻ്റെതായി മാറി. അധികാരത്തിനു വേണ്ടി സാമൂതിരിയും വള്ളുവക്കവനാതിരിയും തമ്മിലുള്ള പോരാട്ടത്തിൻ്റെതായി മാറി. ആ മാമാങ്കത്തിൻ്റെ ഒട്ടേറെ ശേഷിപ്പുകൾ തിരുനാവായിലുണ്ട്. എനിക്ക് പിന്നിൽ കാണുന്ന ഈ പഴുക്കാമണ്ഡപം തിരുനാവായിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാമാങ്കത്തിൻ്റെ ശേഷിപ്പുകളിൽ ഒന്നാണ്. ഇവിടെ ഇരുന്നാണ് രാജാവും കുടുംബാംഗങ്ങളും മാമാങ്കം കണ്ടിരുന്നത് എന്നാണ് സങ്കല്പം. തിരുനാവായ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം ചരിത്രവും ഏറെ പ്രധാനം. അതേപോലെ തന്നെ ഇതൊരു ചരിത്ര ഭൂമിയാണ്. മാമാങ്കത്തിൻ്റെ സകല ചരിത്രങ്ങളും ഇവിടാണ്. ഇപ്പം മാമാങ്കത്തിൻ്റെ 5 സ്മാരകങ്ങളാണ് ഇവിടെ നിലനിൽക്കുന്നത്. പഴുക്കാമണ്ഡപം മാത്രമല്ല, ഇതിന് കുറച്ചപ്പുറത്ത് നിലപാട് തറയും മണിക്കിണറും മരുന്നറയും അതുപോലെ തന്നെ ചങ്കമ്പള്ളി കളരിയുമൊക്കെ മാമാങ്കത്തിൻ്റെ ശേഷിപ്പാണ്. ഇതെല്ലാം തന്നെ ഇപ്പോൾ സംരക്ഷിക്കപ്പെടുന്നുണ്ട്. പക്ഷേ പൂർണ്ണമായിട്ടും ചരിത്രത്തെ അടയാളപ്പെടുത്തുന്ന പോലെ ഇതെല്ലാം സംരക്ഷിക്കപ്പെടുന്നുണ്ടോ എന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയാണ്. മാമാങ്കത്തിൻ്റെ സ്മാരകമായി ഇപ്പോൾ സംരക്ഷിച്ചിരിക്കുന്ന മണിക്കിണർ ആണിത്. ഇവിടെ നമുക്ക് കാണാം മണിക്കിണർ എന്ന് ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സംരക്ഷിത സ്മാരകമായി നിലനിർത്തിയതിൻ്റെ ബോർഡ് ഇവിടെ കാണാം. ഇതാണ് മണിക്കിണർ. ഇപ്പോൾ അത് കമ്പിയെല്ലാം ഇട്ട് സുരക്ഷിതമായി വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ചരിത്രം, മാമാങ്കത്തിൽ മരണപ്പെടുന്ന വള്ളുവനാട്ടിലെ ചാവേറുകളെ കൂട്ടത്തോടെ സംസ്കരിച്ചിരുന്ന കിണർ എന്ന് പറയപ്പെടുന്നു. മൃതദേഹങ്ങൾ കൂട്ടത്തോടെ മണിക്കിണറിലിട്ട് ആനകളെ കൊണ്ട് ചവിട്ടി നിറയ്ക്കുകയായിരുന്നു എന്നാണ് ഐതിഹ്യം. ഇതാണ് ഇവിടെ സംസ്ഥാന സർക്കാരിൻ്റെ ഈ ബോർഡിൽ എഴുതി വച്ചിരിക്കുന്ന ഐതിഹ്യം. ആളുകളൊക്കെ ഈ മാമാങ്കത്തിൽ പരിക്കേറ്റ ചാവേറുകളെ, പടയാളികളെയൊക്കെ ജീവനോടെ ഇതിൽ കൊണ്ടുവന്ന് ഇടുകയായിരുന്നു എന്നൊക്കെയാണ് പല ചരിത്ര ഗ്രന്ഥങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെ ആളുകളെ ജീവനോടെ ചവിട്ടി താഴ്ത്തിയ ഒരിടമാണ് ഈ കാണുന്ന മണിക്കിണർ. ഈ മണിക്കിണറിൻ്റെ സ്ഥാനം ഇതല്ല എന്ന തരത്തിലുള്ള പല പ്രചരണങ്ങളും നടക്കുന്നുണ്ടെങ്കിൽ പോലും നിലവിൽ സംസ്ഥാന സർക്കാരിൻ്റെ ചരിത്രരേഖകൾ പ്രകാരം മണിക്കിണറായി അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഈ പ്രദേശത്തെയാണ്, ഇതിനെയാണ്. അതുകൊണ്ട് തന്നെ ചരിത്രത്തെ അറിയാൻ ആഗ്രഹിക്കുന്നവർ, ചരിത്ര വിദ്യാർത്ഥികളൊക്കെ കാണേണ്ട, അറിയേണ്ട ഒരിടം കൂടിയാണ് ഈ മണിക്കിണർ. വോട്ട് കമ്പനിക്ക് ഉള്ളിലാണ് ഈ നിലപാട് തറ. അവിടേക്ക് വോട്ട് കമ്പനിക്ക് ഉള്ളിലൂടെ വേണം പോകുവാൻ. നമുക്ക് അവിടെ പോകാൻ പറ്റുമോ നോക്കാം. ഇത് തിരുനാവായ ക്ഷേത്രത്തിൽ നിന്നും തിരൂർ റോഡിലാണ് ഈ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. അങ്ങോട്ടുള്ള വാതിൽ ഇവിടെയാണ്. അത് അടഞ്ഞു കിടക്കുകയാണ്. സർക്കാർ സ്മാരകമായി പ്രഖ്യാപിച്ച ഒരു സ്ഥലത്തിൻ്റെ അവസ്ഥയാണ്. അവിടേക്ക് എത്തിച്ചേരാൻ ഒരു സഞ്ചാരി അല്ലെങ്കിൽ ഒരു ചരിത്ര വിദ്യാർത്ഥി എടുക്കേണ്ട കഷ്ടപ്പാടാണത്. ഇവിടെ നോക്കിയാൽ കാണാം, ദാ കാണുന്നതാണ് നിലപാട് തറ എന്ന് പറയാം. അവിടെ ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ബോർഡെല്ലാം കാണാൻ കഴിയുന്നുണ്ട്. മാമാങ്കത്തിൻ്റെ ഒരു ചരിത്രമൊക്കെ വിവരിച്ചുകൊണ്ടുള്ള ബോർഡും അതെല്ലാം ഇവിടെ ഉണ്ട്. പക്ഷെ നമുക്ക് ഒരാൾക്കത് കാണണമെങ്കിൽ ഒരു വഴിയുമില്ല. ഇതാണ് ചരിത്ര സ്മാരകങ്ങളൊക്കെ സൂക്ഷിക്കുന്ന ഇടത്തെ അവസ്ഥ. ജനുവരി 18 മുതൽ ഫെബ്രുവരി 3 വരെ കുംഭമേള തിരുനാവായിൽ നടക്കുമെന്നാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം. എന്നാൽ അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ നടക്കുന്നേയുള്ളൂ. ആദ്യഘട്ടത്തിലെ ചർച്ചകൾ തന്നെ പുരോഗമിക്കുകയാണ്. ക്ഷേത്രം ഭാരവാഹികൾക്ക് അതേക്കുറിച്ച് പൂർണ്ണമായ വിവരങ്ങൾ ഇപ്പോഴും ലഭിച്ചിട്ടില്ല. പക്ഷേ വരും ദിവസങ്ങളിലാകാം അത്തരം കാര്യങ്ങൾ വിശദമാവുക. ഇതുപോലുള്ളൊരു ത്രിമൂർത്തി സംഗമ സ്ഥാനം ഇന്ത്യയിൽ വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അത്രയും പ്രസിദ്ധമാണല്ലോ. അതിൻ്റെ മുമ്പിൽ നവാമുദ്ദീൻ നോക്കി നിൽക്കുന്നതിൻ്റെ ഭാരതപ്പുഴയാണ്. അപ്പം അത്രയും പ്രസിദ്ധമായിട്ടുള്ള ഒരു ക്ഷേത്രവും പ്രദേശവുമാണ് തിരുനാവായ. 2016 മുതൽ തന്നെ മാഘമാസത്തിലെ മകനക്ഷത്രത്തിൽ തിരുനാവായിൽ ഒട്ടേറെ പരിപാടികൾ നടക്കാറുണ്ട്, ഒട്ടേറെ ചടങ്ങുകൾ നടക്കാറുണ്ട്. അത് പുഴയുടെ പൂജയാവട്ടെ, ആരതി ഒഴിയുന്നതാകട്ടെ, സന്യാസി വര്യന്മാരെ കൊണ്ടുവന്നുള്ള ചടങ്ങുകളാകട്ടെ, അത്തരത്തിൽ
മാമാങ്കത്തെ ഈ ചരിത്രത്തിലേക്ക് ഇന്നിലേക്ക് കൊണ്ടുവരാനുള്ള ഒരുപാട് ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ കുംഭമേള കൂടി എത്തുന്നതോടെ നീളാനദി, തിരുനാവായ അതിൻ്റെ ചരിത്ര പ്രാധാന്യമുള്ള ആ ദിവസങ്ങളിലേക്ക് തിരിച്ചു പോകുന്ന ഒരു സാഹചര്യമാകും. നിളയുടെ തീരങ്ങൾ വീണ്ടും പൂജകളാലും വേദമന്ത്രങ്ങളാലും മുഖരിതമാകും. ഭാരതത്തിൻ്റെ വിവിധ ദേശങ്ങളിൽ നിന്ന് സന്യാസിവര്യന്മാരും പണ്ഡിതന്മാരും ഇവിടേക്കെത്തും. കഴിഞ്ഞ വർഷം നടന്ന മഹാകുംഭമേളയെ അനുസ്മരിക്കുന്ന വിധം നിളയുടെ ഈ തീരവും കുംഭമേളയ്ക്ക് വേദിയാകും. അങ്ങനെ തിരുനാവായ വീണ്ടും ചരിത്രകാലങ്ങളിൽ എപ്രകാരമായിരുന്നോ അടയാളപ്പെടുത്തിയിരുന്നത് ആ കാലത്തിലേക്ക് തിരിച്ചു പോകും. എന്നാണെങ്കിലും നിളാനദി ഒഴുകുകയാണ്. ഓരോ നിമിഷവും മാറുന്ന നിള ഇനി ആ പഴയ കാലങ്ങളിലേക്ക്, ഭാരതത്തിൻ്റെ ചരിത്രങ്ങളിലേക്ക്, പൗരാണികതയിലേക്ക് തിരിച്ചൊഴുകുന്ന ഒരു സമയം അടുക്കുകയാണ്. തിരുനാവായിൽ നിന്നും ജിഷാദ് വളാഞ്ചേരിക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. ഗുരുവായൂർ ദേവസ്വം നിർമ്മിക്കുന്ന പുതിയ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിക്ക് 15 കോടി സംഭാവന ചെയ്ത റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മുകേഷ് അംബാനി ചെക്ക് ദേവസ്വം അധികൃതർക്ക് കൈമാറി. രാവിലെ 7:30ഓടെയാണ് മുകേഷ് അംബാനി ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയത്. ശ്രീകൃഷ്ണ കോളേജ് ഗ്രൗണ്ടിൽ ഹെലികോപ്റ്റർ മാർഗമെത്തിയ മുകേഷ് അംബാനിയെ ദേവസ്വം ചെയർമാൻ VK വിജയൻ സ്വീകരിച്ചു. വാർത്താ സമ്മേളനത്തിനിടെ നടി ഗൗരി കിഷന് ബോഡി ഷേമിംഗ് നേരിട്ട സംഭവത്തിൽ യൂട്യൂബർ ഇന്നലെ പറഞ്ഞത് ക്ഷമാപണമായി കണക്കാക്കുന്നില്ലെന്ന് അമ്മ പ്രസിഡന്റ് ശ്വേത മേനോൻ. സ്ത്രീകൾക്ക് ഒപ്പമാണ് അമ്മയെന്നും ശ്വേത പ്രതികരിച്ചു. അത് മാപ്പാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് അവിടെ എൻ്റെ ഇത് മാപ്പായിട്ട് ഞാൻ കരുതുന്നില്ല. ആ ബോഡി ലാംഗ്വേജും അത് സ്ത്രീ എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് പറയണ്ടല്ലോ, നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാം. സോ യെസ്, വി ആർ ഓൾ വിത്ത് ഓൾ ദ വിമൻ. അതിന് ഈ ഇൻഡസ്ട്രി ഒന്നും വേണ്ട, ഓൾ ആർ വിത്ത് ഗൗരി, അത്രയേ ഉള്ളൂ പറയാനുള്ളത്. ആൻഡ് ദിസ് ഇസ് നോട്ട് അപ്പോളജി വി എക്സ്പെക്ട്. വി വാണ്ട് ബെറ്റർ അപ്പോളജി. തലസ്ഥാനത്തിന്റെ വികസന കുതിപ്പിന് മെട്രോ റെയിൽ പദ്ധതി മുതൽക്കൂട്ടാകുമെന്ന വിലയിരുത്തലിലാണ് വ്യവസായ രംഗത്തുള്ളവർ. തലസ്ഥാന നഗരത്തിലെ ഗതാഗതക്കുരുക്കിന് മെട്രോ പ്രതിവിധിയാകുമെന്നാണ് വിലയിരുത്തൽ. മെട്രോ കടന്നു പോകുന്ന വഴികളിലൂടെ സഞ്ചരിച്ച് ഞങ്ങളുടെ വാർത്താ സംഘം തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. തലസ്ഥാന നഗരത്തിന്റെ 10 വർഷത്തിലേറെ നീണ്ട ആവശ്യത്തിനാണ് മെട്രോ റെയിൽ പദ്ധതിയുടെ ആദ്യഘട്ട അലൈൻമെന്റിന് അംഗീകാരം ലഭിച്ചതോടെ സാക്ഷാത്കാരമാകുന്നത്. കൊച്ചിയിൽ മെട്രോ പദ്ധതി വിജയകരമായി നടപ്പിലാക്കിയ KMRL തന്നെയാകും തിരുവനന്തപുരത്തും പദ്ധതി നടപ്പിലാക്കുക. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം പാപ്പനംകോടാണ്. പാപ്പനംകോട് നിന്ന് ആരംഭിച്ച് കിള്ളിപ്പാലം, പാളയം, ശ്രീകാര്യം, കഴക്കൂട്ടം, ടെക്നോ പാർക്ക്, കൊച്ചുവേളി വഴി തിരുവനന്തപുരം വിമാനത്താവളത്തിന് അടുത്തുകൂടി ഈഞ്ചക്കലിൽ അവസാനിക്കുന്ന തരത്തിലായിരിക്കും 31 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ മെട്രോയുടെ ആദ്യഘട്ടം.
പാർക്കിന്റെ 3 ഫീസുകൾ, തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളം, തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ്, അതോടൊപ്പം സെക്രട്ടേറിയറ്റ്, പിന്നീട് മെഡിക്കൽ കോളേജ് ആശുപത്രി തുടങ്ങിയവയെ ബന്ധിപ്പിക്കുന്ന ആദ്യഘട്ട അലൈൻമെന്റിനാണ് അംഗീകാരം ലഭിച്ചിരിക്കുന്നത്. കഴക്കൂട്ടം, ടെക്നോ പാർക്ക്, കാര്യവട്ടം എന്നിവയായിരിക്കും ഇന്റർചേഞ്ച് സ്റ്റേഷനുകൾ. തിരുവനന്തപുരത്തിന്റെ വികസന രംഗത്തെ കുതിച്ചുചാട്ടമായി മെട്രോ റെയിൽ പദ്ധതി മാറുമെന്ന് വിദഗ്ധർ അവകാശപ്പെടുന്നു. നമുക്ക് വരുന്ന മെട്രോ എല്ലാ രീതിയിലും നല്ല, കാരണം റോഡ് വഴി കവർ ചെയ്യുന്നു, റെയിൽവേ സ്റ്റേഷൻ കവർ ചെയ്യുന്നു, എയർപോർട്ട് കവർ ചെയ്യുന്നു, ഈഞ്ചക്കൽ. പിന്നെ ഈ വന്നിരിക്കുന്ന 3 സ്ഥലത്ത് നമ്മൾ ചെന്ന് നിൽക്കുമ്പം അടുത്ത ഘട്ടം എന്ന് പറഞ്ഞാൽ ഈഞ്ചക്കൽ ടു വിഴിഞ്ഞം ആണ് ഇതിന്റെ അടുത്ത ഒരു സ്റ്റേജ്. പാപ്പനംകോട്ട് ടു നെയ്യാറ്റിൻകര, കഴക്കൂട്ടം ടു ആറ്റിങ്ങൽ. അപ്പോൾ ഈ ഇത്രയും ഏരിയയിൽ വികസിക്കുമ്പം തിരുവനന്തപുരം മെട്രോപൊളിറ്റൻ സിറ്റിയുടെ ഒരു കംപ്ലീറ്റ് ആ സിറ്റിയുടെ വലിപ്പം കൂടുകയാണ്. അപ്പം അത് വരുമ്പോൾ അതിൻ്റെ ആയിട്ടുള്ള ഒരു 2029-30 ആകുമ്പം തിരുവനന്തപുരത്തുള്ള മെട്രോ സ്റ്റാറ്റസ് തന്നെ ഉണ്ടാവും എന്നുള്ളതാണ് അതിന് സത്യം. 27 സ്റ്റേഷനുകൾ പിന്നിട്ട് 31 കിലോമീറ്റർ ദൈർഘ്യമുള്ള തിരുവനന്തപുരം മെട്രോ റെയിലിന്റെ ആദ്യഘട്ടം ഈഞ്ചക്കലിൽ അവസാനിക്കുമ്പോൾ ഏതാണ്ട് 7,750 കോടി രൂപ ആകെ പദ്ധതിയുടെ ചെലവ് വരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. നിലവിൽ 20% ചെലവ് സംസ്ഥാനവും 20% കേന്ദ്രവും വഹിച്ചുകൊണ്ട് ശേഷിക്കുന്ന 60% കടമെടുത്ത് ഈ പദ്ധതി നടപ്പിലാക്കാമെന്നാണ് പ്രാഥമികമായ വിലയിരുത്തൽ. അതിനപ്പുറത്തേക്ക് 30% പദ്ധതി ചെലവ് സംസ്ഥാനവും 30% ചെലവ് കേന്ദ്രവും എടുക്കുകയാണെങ്കിൽ ശേഷിക്കുന്ന 40% ആയി കടമെടുപ്പിന്റെ പരിധി കുറയ്ക്കാനാകുമെന്നൊരു വിലയിരുത്തലും സംസ്ഥാന സർക്കാരിനുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള കൂടിയാലോചനകളും നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. നിലവിൽ തിരുവനന്തപുരം മെട്രോയുടെ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ശ്രീകാര്യം, ഉള്ളൂർ, പട്ടം തുടങ്ങിയ മേൽപ്പാലങ്ങളുടെ നിർമ്മാണ ചുമതല കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതിൽ തന്നെ ശ്രീകാര്യം മേൽപ്പാലത്തിന്റെ നിർമ്മാണം ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ് എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതിവേഗം കുതിച്ചുവരുന്ന തിരുവനന്തപുരത്തിന്റെ വികസനത്തിന് മെട്രോ റെയിൽ പദ്ധതി ഗതിവേഗം പകരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഡാൻ ഗുര്യന്റെ റിപ്പോർട്ടാണ് കണ്ടത്. കൊല്ലം പിറവന്തൂരിൽ വാർഡ് മെമ്പർക്കെതിരെ ആരോപണങ്ങളുമായി തൊഴിലുറപ്പ് തൊഴിലാളികൾ. മസ്റ്റർ റോളിന് പുറമെയുള്ള ജോലികൾ ചെയ്യാൻ മെമ്പർ നിർബന്ധിക്കുന്നുവെന്നും അനുസരിക്കാത്തവർക്ക് തൊഴിൽ നിഷേധിക്കുന്നുവെന്നുമാണ് പരാതി. 22ഓളം പേരാണ് 2 ആഴ്ചയായി ജോലി ചെയ്യാനാവാതെ പുറത്തു നിൽക്കുന്നത്. പിറവന്തൂരിലെ വാർഡ് മെമ്പർ ഗീതാമണിക്കെതിരെയാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. മസ്റ്റർ റോളിൽ ഉൾപ്പെടാത്ത റോഡ്, ക്ഷേത്രക്കുളം, അംഗൻവാടി എന്നിവിടങ്ങളിൽ പണിയെടുപ്പിച്ചത് കൂടാതെ മെമ്പറുടെ വീട് ശുചിയാക്കാൻ ആവശ്യപ്പെട്ടതായും തൊഴിലാളികൾ ആരോപിച്ചു. ഇവിടെ ശുചീകരണത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങളെയും കൊണ്ട് റോഡ് വൃത്തിയാക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഇറങ്ങി. രാവിലെ തൊട്ട് പെരും വെയിലത്ത് ഉച്ചവരെ ഞങ്ങൾ പണിതു. പക്ഷേ പണിതിട്ട് മെമ്പറുടെ വീടിന്റെ ഭാഗം വൃത്തിയാക്കി കൊടുക്കണമെന്ന് പറഞ്ഞു. 2 ദിവസം നമ്മൾ പണിത് അങ്ങുവരെ എത്തിയില്ല. എല്ലാവരും ഈ വയ്യാത്ത അമ്മമാരെയും കൊണ്ട് ഈ പെരും വെയിലത്ത് ഞങ്ങൾ പണിയിച്ചതാ. അതിനൊരു വൈരാഗ്യം എന്നോടുണ്ട്. അത് എസ്റ്റിമേറ്റിലുള്ളതല്ല. പിന്നെ കാലാകാലങ്ങളിൽ ഞങ്ങളെയും കൊണ്ട് അമ്പലക്കുളം വൃത്തിയാക്കിക്കും. അത് അവർ സ്വാർത്ഥ താല്പര്യത്തിന് ചെയ്യുന്നതല്ല. അതുകൊണ്ട് എസ്റ്റിമേറ്റിലുള്ളതല്ല. മെമ്പർ പറയുന്നത് കേൾക്കാത്തത് മൂലം കഴിഞ്ഞ 14 ദിവസമായി 22ഓളം പേർക്ക് ജോലിയില്ല. ജോലിയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി 5 ദിവസമായി പഞ്ചായത്ത് ഓഫീസ് കയറിയിറങ്ങിയിട്ടും പാസാക്കി നൽകാത്തതിനാലാണ് പ്രതിഷേധം ശക്തമാക്കിയത്. വിഷയമായപ്പോ ഇന്നലെ ഉച്ചയ്ക്ക് ഞങ്ങൾ അറിയാതെ ഇവിടെ ഒരു ധാരണയിൽ അവരെല്ലാവരോടും ഒരു ധാരണ എത്തി. പെട്ടെന്ന് ഒരു തട്ടിക്കൂട്ടി ഒരു എസ്റ്റിമേറ്റ് അടിച്ചു വെച്ചേച്ച് ഞങ്ങൾ ആ പണിതുകൊണ്ടിരിക്കുന്ന തോട്, അവർ പച്ചക്കുളംകാർ പണിതുകൊണ്ടിരിക്കുന്ന തോടിന്റെ കൂടെ ഞങ്ങളും കൂടെ പോയി ചെയ്തോളാൻ. മെമ്പർ, എഞ്ചിനീയർ, പ്രസിഡന്റ്, ഇപ്പൊ ഈ സെക്രട്ടറി എല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. പുതിയ എസ്റ്റിമേറ്റ് അനുവദിച്ചു നൽകാതെ മറ്റൊരു ഗ്രൂപ്പിന്റെ കൂടെ ജോലി ചെയ്യാനാണ് സെക്രട്ടറി നിർദ്ദേശിക്കുന്നത്. എന്നാൽ അത്തരത്തിൽ ജോലി ചെയ്യുവാൻ കഴിയില്ലെന്നും സ്വന്തമായി എസ്റ്റിമേറ്റ് അനുവദിച്ചു നൽകണമെന്നും ആവശ്യപ്പെട്ട് കൊടുത്ത അപേക്ഷ ചവറ്റുകുട്ടയിൽ നിന്നാണ് ലഭിച്ചതെന്നും തൊഴിലാളികൾ പറയുന്നു. വാർഡ് മെമ്പർ തൊഴിലാളികളോട് കാട്ടുന്ന ധാർഷ്ട്യം അവസാനിപ്പിക്കണമെന്നും പുതിയ തൊഴിൽ ദിനം അനുവദിച്ചു നൽകണമെന്നും ഇല്ലെങ്കിൽ അനിശ്ചിതകാല സമരം ആരംഭിക്കുമെന്നുമാണ്
തൊഴിലാളികൾ പറയുന്നത്. അതേസമയം തൊഴിലാളികളുടെ സമരം രാഷ്ട്രീയ പ്രേരിതമാണെന്നും ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും വാർഡ് മെമ്പർ ഗീതാമണി പ്രതികരിച്ചു. ന്യൂസ് 18 പുനലൂർ. കൊട്ടാരക്കര പേരുംകുളം ഗവൺമെന്റ് വെൽഫെയർ LP സ്കൂളിന്റെ മതിൽക്കെട്ടിന്റെ ഒരു ഭാഗം ഇടിഞ്ഞ് റോഡിലേക്ക് വീണിട്ടും അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്ന് പരാതി. കുട്ടികൾക്ക് കൈ കഴുകാൻ പൈപ്പുകൾ സ്ഥാപിച്ച സ്ഥലത്തിന്റെ ഒരു ഭാഗമാണ് ഇടിഞ്ഞ് റോഡിലേക്ക് വീണത്. അപകട സാധ്യത നിലനിൽക്കുമ്പോഴും പഞ്ചായത്ത് അധികൃതർ അടിയന്തര നടപടി എടുക്കുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. കൊട്ടാരക്കരയിൽ നിന്ന് S വിനീഷിന്റെ റിപ്പോർട്ട്. കൊട്ടാരക്കര പെരുങ്കുളത്തുള്ള WLP സ്കൂളിലാണ് നമ്മളുള്ളത്. ഏകദേശം 40 വർഷം പഴക്കമുള്ള സ്കൂളാണ്. പ്രീ പ്രൈമറി സ്കൂളാണ്. ഈ സ്കൂളിൽ ഇപ്പോൾ ഒരു അപകടകരമായ ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. കുരുന്നുകൾ ഉച്ചഭക്ഷണം കഴിഞ്ഞും അല്ലാതെയൊക്കെ വന്ന് കൈ കഴുകുന്ന ഒരു സ്ഥലമാണ്. ഈ സ്ഥലം ചുറ്റുമതിലിനോട് കെട്ടിയ ഒരു സ്ഥലമാണ്. ഇതാണ് ഇപ്പോൾ ഇടിഞ്ഞ് താണിരിക്കുന്നത്. വലിയൊരു അപകടകരമായ ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ ഉള്ളത്. കാരണം ഉച്ചഭക്ഷണം തയ്യാറാക്കുന്നവരും അടക്കം ഇവിടെ പാത്രം ഒക്കെ കഴുകുന്ന ഒരു പ്രധാന സ്ഥലവും കൂടിയാണ്. കിണറും തൊട്ടടുത്താണ്. വലിയൊരു താഴ്ചയിലേക്ക് ഇതിൻ്റെ ഒരു ഭാഗം ഇടിഞ്ഞ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. വീണ്ടും ഇവിടെ മണ്ണിടിച്ചിലുണ്ടാവുകയും വലിയൊരു അപകടത്തിലേക്ക് നീങ്ങും. നിരവധി തവണ ഇത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തി സമീപത്തെ പഞ്ചായത്തിലെല്ലാം തന്നെ പരാതി നൽകിയിട്ടുണ്ട്. അടിയന്തരമായിട്ട് ഇത് കെട്ടി നൽകണമെന്നൊക്കെ ആവശ്യപ്പെട്ടവർ നിവേദനങ്ങൾ നൽകിയിട്ടുണ്ട്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് നടപടിയൊന്നും തന്നെ അങ്ങോട്ട് ഉണ്ടായിട്ടില്ല എന്നാണ് പ്രദേശവാസികളും പൊതുപ്രവർത്തകരടക്കം പറയുന്നത്. നമുക്ക് ചോദിച്ചറിയാം എന്താണെന്നുള്ളത്. ശരിക്കും ഇതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് സമീപിച്ചിരുന്നു. പഞ്ചായത്തിനെ 2 പ്രാവശ്യം സ്കൂളിൽ നിന്ന് HM സമീപിച്ചിട്ടുണ്ടായിരുന്നു. 2 പ്രാവശ്യം സമീപിച്ചപ്പോഴും അവരിൽ നിന്നും യാതൊരു വിധമായ സമീപനവും നടപടികളും ഉണ്ടായിട്ടില്ല എന്നാണ് നമ്മളോട് പറഞ്ഞത്. അതിനുശേഷം ഇടിഞ്ഞു വീണതിന് ശേഷം പഞ്ചായത്ത് എഞ്ചിനീയർ ഉൾപ്പെടെയുള്ളവർ വന്നതിന് ശേഷം 10,000 രൂപ നൽകാമെന്ന് പറഞ്ഞു. ഇത് കണ്ടാൽ മനസ്സിലാവും 10,000 രൂപയ്ക്ക് ഇതെന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഇവരുടെ ഇടപെടൽ ഈ പരാതി നൽകിയ സമയത്തുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷേ ഇങ്ങനൊരു അപകടം ഉണ്ടാകത്തില്ലായിരുന്നു. വെറും പിഞ്ചു കുഞ്ഞുങ്ങൾ മാത്രം പഠിക്കുന്ന ഈ സ്കൂളിൽ ഇനി ഇതിൻ്റെ ബാലൻസ് ഭാഗവും കൂടി അടർന്ന് വീഴുവാൻ വേണ്ടി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അതൊരു കൈ കഴുകാനുള്ള ഒരു സംവിധാനം ഇവിടെയാണ് ഉള്ളത്. അപ്പോൾ പഞ്ചായത്തിൻ്റെ നിരുത്തരവാദിത്തപരമായ ഒരു സമീപനമാണ് ഇങ്ങനൊരു രീതിയിലേക്ക് ഇവിടെ എത്തിച്ചിരിക്കുന്നത്. ശരിക്കും ഒരു ആശങ്കയിലാണല്ലോ. ആശങ്കയിലാണ്. ഇവിടുത്തെ പൊതുപ്രവർത്തകരായാലും PT ആയാലും സ്കൂളിലെ അധ്യാപകർ അനധ്യാപകരെല്ലാം ആശങ്കയിലാണ്. കാരണം ഇത് വീണ്ടും ഒരു മഴ പെയ്താൽ ഇനി ഇത് അടുത്ത ഭാഗം ഉൾപ്പെടെ ഇവിടെ തന്നെ ഇളകിയിരിക്കുകയാണ്. ഇത് ഇടിഞ്ഞു വീഴും എന്നുള്ള രീതിയിലാണുള്ളത്. ശരിക്കും വലിയൊരു ആശങ്ക തന്നെയാണ് നിലനിൽക്കുന്നത്. പ്രീ പ്രൈമറി സ്കൂളാണ്. പരിമിതമായ സാഹചര്യത്തിലാണ് ഈ സ്കൂൾ പ്രവർത്തിക്കുന്നത്. ഇതിൻ്റെ PTA ഫണ്ടും വളരെ പരിമിതമാണ്. പക്ഷേ അടിയന്തരമായി നല്ലൊരു ഫണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇതിൻ്റെ സംരക്ഷണമായിട്ട് ഈ മതിലടക്കം കെട്ടി ഉയർത്താൻ സാധിക്കുകയുള്ളൂ. ഇത്തരത്തിലുള്ള ഈ അപകട ഭീഷണി ഉടൻ തന്നെ മാറ്റണം. ഇവിടുത്തെ ആശങ്ക പരിഹരിക്കണം എന്നുള്ള വലിയൊരു ആവശ്യമാണ് ഉയർന്നു വന്നിരിക്കുന്നത്. S വിനീഷ്, ന്യൂസ് 18 കൊട്ടാരക്കര. ഇനി നോക്കാം ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 11,185 രൂപ, പവന് 89,480 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 9,235 രൂപ, പവന് 73,880 രൂപ. വെള്ളി ഗ്രാമിന് 162 രൂപ, കിലോഗ്രാമിന് 1,62,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. പകൽ വാർത്ത പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം കാണാം. ഇന്നിപ്പോൾ ശ്രീജ ശ്യാം ചേരും.